കാണാം. ഓക്കെ ഓക്കെ. അപ്പോൾ ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നലെ നമ്മൾ CSSന്റെ കുറെ പ്രോപ്പർട്ടീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നിങ്ങൾ ആ പ്രോപ്പർട്ടീസ് ജസ്റ്റ് ഇങ്ങനെ എന്താണ് ഓൺലൈൻ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് നോക്കുന്ന സമയത്ത് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ക്ലിയർ ആവും. ഓക്കെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആക്ച്വലി ഒരു ചെറിയൊരു സിമ്പിൾ പ്രോജക്റ്റ് നമുക്ക് ലാസ്റ്റ് ചെയ്യാം. എന്നിട്ട് അത് ഹോസ്റ്റ് ചെയ്യുന്നത് വരെയാണ് ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് ഞാൻ എൻ്റെ കോഡ് ഇട്ട് വെക്കട്ടെ. ഓക്കെ, ഓക്കെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ബേസിക് HTML പേജ് ഇവിടെ ഉണ്ടാക്കിയിടാം. ഓക്കെ, നമ്മൾ ഇന്ന് ഫസ്റ്റ് പറയാൻ പോകുന്നത് CSSന്റെ ഡിസ്പ്ലേ പ്രോപ്പർട്ടി എന്താണെന്ന് നമ്മൾ പറയാൻ പോകും. സോ ഇന്ന് മിക്കവാറും നമ്മൾ എന്താണ് ഏകദേശം ലേഔട്ട്സ്, ഒരു കംപ്ലീറ്റ് വെബ്സൈറ്റ്സ് എങ്ങനെ ബിൽഡ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചിട്ടായിരിക്കും നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ആക്ച്വലി നമുക്ക് ടൈം ഇത്രയേ ഉള്ളത് കൊണ്ട് നമുക്ക് ജാവാസ്ക്രിപ്റ്റ് കവർ ചെയ്യാൻ വേണ്ടി ടൈം ഉണ്ടാവും തോന്നുന്നില്ല. നമുക്കൊരു ഇപ്പം കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡിയാക്കാം. ഓക്കെ, സോ ഓക്കെ, ഡിസ്പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു കുറച്ച് റെക്ടാങ്കിൾസ് നമ്മുടെ സ്ക്രീനിലേക്ക് തന്നെ ആഡ് ചെയ്യും. സോ ഇന്ന് നമ്മൾ div എന്നുള്ള ടാഗിനെ കുറിച്ച് പറഞ്ഞതാണ്. ഓക്കെ, ക്ലാസ് പറഞ്ഞതാണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് എന്തുണ്ട്, 3 div അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. div എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എലമെന്റ്സിനെല്ലാം ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ഇതിൽ കുറച്ച് സ്റ്റൈൽസ് ആഡ് ചെയ്യാം. സ്റ്റൈൽസ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്റ്റൈൽ ഷീറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ചെറിയ വിഷയമുണ്ട്. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സ്റ്റൈൽസ് ആഡ് ചെയ്യണം. അതിന് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്, ലിങ്ക് എന്നുള്ള ടാഗാണ് യൂസ് ചെയ്യുന്നത്. REL സ്റ്റൈൽ ഷീറ്റ് HREF എന്നുള്ളത് നമ്മുടെ style.css പാത്ത്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഞാൻ എല്ലാത്തിനുള്ള മാർജിനും പാഡിംഗ് ഒക്കെ റീസെറ്റ് ചെയ്യാണ്. ഓക്കെ, ആൻഡ് നമ്മുടെ ബോഡി ഉണ്ടല്ലോ, നമ്മുടെ ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എൻറ്റയർ ഈ ഇപ്പോൾ നിങ്ങൾ വൈറ്റ് കാണുന്ന സാധനമാണ് ബോഡി. അതിൻ്റെ ഞാൻ കുറച്ചുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് എന്ത് ചെയ്യും, ഒരു ലൈറ്റ് ഗ്രേ സെറ്റ് ചെയ്യും. സോ ഇതാണ് നമ്മുടെ ബോഡി എന്ന് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഈ ഓരോ ബോഡീൻ്റെ അകത്തുള്ള നമുക്കിപ്പം .rect എന്നുള്ള ക്ലാസ് ആണ് നമ്മുടെ കൈമിൽ ഉള്ളത്. ഞാൻ അതിൻ്റെ ഒരു ഹൈറ്റ് അല്ല ഓട്ടെ, നമുക്ക് ഓരോന്നിനും ഓരോ കളർ കൊടുക്കാം. റെഡ്,
ആൻഡ് ഫൈനലി 3 എന്നുള്ളതിന് നമ്മൾ എന്താണ് ചെയ്യുന്നത്, ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, ഞാൻ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇത് മൂന്നിനും നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുന്നതിന് ആക്ച്വലി ഈ 1 എന്ന് പറയുന്ന ഈ ഒരു പാർട്ട് ആക്ച്വലി എടുക്കുന്നത് ഇത്ര സ്പേസ് ആണ്. ഈ 1 എന്നുള്ളതിന് വേണ്ടിയിട്ട് ഇത്ര സ്പേസ് മാത്രം പോരെ. പക്ഷേ ഈ എൻറ്റയർ ഹൊറിസോണ്ടൽ സ്പേസ് അതിന്റെ വിഡ്ത്ത് മുഴുവൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ ഒറ്റ ഡിവ് എടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോ 1 2 3 എന്നുള്ള സ്റ്റാക്ഡ് ആയിട്ടാണ് ഉള്ളത്. അപ്പം ഹൊറിസോണ്ടൽ വിഡ്ത്ത് കംപ്ലീറ്റ്ലി എടുക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള എലമെന്റ്സിനെ നമ്മൾ പറയുന്നതാണ് ബ്ലോക്ക് എലമെന്റ്സ് എന്നാണ് നമ്മളിങ്ങനെ പറയുന്നത്. ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ അതൊരു ബ്ലോക്ക് പോലെ തന്നെയാണ്. അതിങ്ങനെ കംപ്ലീറ്റ്ലി ആ ഒരു വിഡ്ത്ത് മുഴുവൻ അത് എടുക്കും. കംപ്ലീറ്റ്ലി ആ വിഡ്ത്ത് മുഴുവൻ എടുക്കുന്നതിനെയാണ് നമ്മൾ ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ബ്ലോക്ക് എലമെന്റ്സ് അല്ലാണ്ട് നമുക്കിപ്പോ അത് ആസ് മിനിമം പോസിബിൾ ആയിട്ടുള്ള സ്പേസ് എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്കൊരു പ്രോപ്പർട്ടി ഉള്ളതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേ ഇൻലൈൻ എന്നുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. നമ്മൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു, 1 2 3 ഈ 1 2 3 ഞാൻ കുറച്ചുകൂടി വലുതാക്കാം. ഓക്കെ, അപ്പൊ ഈ സ്പേസ് എടുക്കുന്നത് അതിന് ആവശ്യമായ സ്പേസ് മാത്രമാണ് എടുക്കുന്നത്. ബട്ട് ബൈ ഡിഫോൾട്ട് ആയിട്ട് ഡിവിൻ്റെ എന്താണ്, ബ്ലോക്കാണ്. ബ്ലോക്ക് ലെവൽ എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണ്, വിഡ്ത്ത് മുഴുവൻ എടുക്കും. അതാണ് ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻലൈൻ ആണ്. ഓക്കെ, ഇൻലൈൻ എലമെന്റ്സ് ആണ് ഇത്. ഇനി ഈ ഇൻലൈൻ എലമെന്റ്സിന്റെ ഗുണം എന്താണെന്ന് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ നമുക്കൊരു മെനു ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. അതിന് മുമ്പ് കളേഴ്സിനെ കുറിച്ച് ഒരു കാര്യം പറയുന്നത്, കളേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CSS ആക്ച്വലി ഒരുപാട് തരത്തിൽ നമുക്ക് കളറിന് കൊടുക്കാൻ വേണ്ടി പറ്റും. ഒന്നെന്ന് പറയുന്നത് നെയിംഡ് കളേഴ്സ് ആണ്. സോ ഇവിടെ നമ്മൾ ഞാൻ ഇന്നലെ പറയാമെന്ന് വിചാരിച്ചതാണ്. ഓക്കെ, നെയിംഡ് കളേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ there are around 150 supported named colors in CSS. ഇതിപ്പം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കളർ നെയിം ആലീസ് ബ്ലൂ, അതിന്റെ കളർ ആന്റിക് വൈറ്റ്, അക്വാമറൈൻ. സോ ഇതെല്ലാം നമ്മൾ നെയിംഡ് കളേഴ്സ് എന്ന് പറയുന്നത്. സോ ഇത്രപാട് നെയിംഡ് കളേഴ്സ് ഉണ്ട് നമ്മുടെ CSS. പക്ഷെ മോസ്റ്റ് ഓഫ് ദ ടൈം നമുക്ക് എന്താ വേണ്ടി വരും, ഈ നെയിംഡ് കളേഴ്സ് അല്ലാത്ത ബാക്കിയുള്ള കുറച്ച് കളേഴ്സ് നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെയുള്ള കളേഴ്സ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഹെക്സ് വാല്യൂസ് എന്ന് പറയും. ഹെക്സ് വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെക്സാഡെസിമൽ റെപ്രസെന്റേഷൻ ആണ്. അതിൽ ഒറ്റ നമ്മൾ ഞാൻ ബാക്ക്ഗ്രൗണ്ട് റെഡ് കൊടുക്കുന്നതിന് പകരം സ്ലാഷ്, ഇതിൽ ആക്ച്വലി 3 പാർട്ടാണ് ഉള്ളത്. അതായത് റെഡ് പാർട്ട്, ഗ്രീൻ ആണെന്ന് തോന്നുന്നു, ഗ്രീൻ, ബ്ലൂ. ഇത് റെഡിൻ്റെത്, ഇത് ഗ്രീൻ, ഇത് ബ്ലൂവിൻ്റെത്. ഓക്കെ, സോ ഇത് വാരിയിങ് ഫ്രം 0 to F ആണ്. സോ നമ്മളിപ്പം എഫ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും, ആ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് വൈറ്റ് ആയിരിക്കും. അതേപോലെ തന്നെ 0 0 0 0 0 0 കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും, കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആയിരിക്കും ആ ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ കളർ വേണ്ടിയിട്ട് FFF കൊടുത്തു കഴിഞ്ഞാൽ കളർ വൈറ്റ് ആയിരിക്കും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഹെക്സ് വാല്യൂസ് എന്ന് പറയുന്നത്. നോർമലി നമ്മൾ എപ്പോഴും HTML കളേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഹെക്സ് വാല്യൂസ് ആണ് നോർമലി യൂസ് ചെയ്യാറ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നെയിംഡ് കളേഴ്സ് നമുക്ക് ആലോചിച്ച് വെക്കാൻ വേണ്ടി ഒരുപാടുണ്ട്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈംസ് നമ്മൾ ഒരിക്കലും കളേഴ്സ് ഇങ്ങനെ ബൈ ഹാൻഡ് പിക്ക് ചെയ്യല്ല ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കളർ പിക്കർ ഉണ്ടാവും. ഞാനിപ്പോൾ കാണിച്ചു തരാം. നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക ആൻഡ് ഇൻസ്പെക്ട് എന്നുള്ള ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വെബ് പേജ് നിങ്ങൾക്ക് ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ഡബ് ടൂൾസ് എന്നാണ് ഇതിന്റെ പേര്. ഇതിന് ഒരുപാട് യൂസ് ഉണ്ട്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഡയറക്റ്റ് ആയിട്ട് ഈ സ്റ്റൈൽസ് ഒക്കെ ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഏതൊക്കെ സ്റ്റൈൽസ് ആണ് ഇതിന് അപ്ലൈ ആവുന്നത് എന്നുള്ളത് നോക്കാൻ വേണ്ടി പറ്റും. ആൻഡ് നമുക്ക് ടെമ്പററി സ്റ്റൈൽസ് അപ്ലൈ ചെയ്യാനും പറ്റും. ഫോർ എക്സാമ്പിൾ എനിക്കിവിടെ ഈ ഒരു എലമെന്റ് സെലക്ട് ചെയ്യാം. ഓക്കെ,
ഈ ഒരു എലമെന്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് കാണിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് കളർ ഓപ്ഷൻസ് വരും. അപ്പൊ എനിക്ക് ഈ സ്ലൈഡർ അഡ്ജസ്റ്റ് ചുമ വളരെ അധികമായിട്ടുണ്ട്, സോറി. ഓക്കെ, അപ്പം ഈ ഒരു സ്ലൈഡർ നിങ്ങൾക്ക് ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കളേഴ്സ് ഒക്കെ ഡിഫറെന്റ് കളേഴ്സ് കിട്ടും. ഇവിടെ നിന്ന് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫറെന്റ് കളേഴ്സ് കിട്ടും. സോ ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ളത്, ഒരുപാട് പോസിബിലിറ്റി. സോ ഈ ഒരു എക്സ് കോഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് ആക്ച്വലി റെഡ് ഗ്രീൻ ബ്ലൂവിന്റെ കോമ്പിനേഷനാണ്. ഈ രണ്ട് പാർട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് റെഡ്, ഈ രണ്ട് പാർട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ഗ്രീൻ, അവസാനമുള്ളത് റെപ്രസെന്റ് ചെയ്യുന്നത് ബ്ലൂ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാനിവിടെ FF0000 കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്യുവർ റെഡ് ആയിരിക്കും. ഇവിടെ കളറാണ് ഞാൻ കൊടുത്തത്, ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ആക്കാം FF0000. സോ ഇറ്റ് ബിക്കംസ് റെഡ്. നെക്സ്റ്റ് ഇപ്പൊ എനിക്ക് ബ്ലൂ വേണ്ടെങ്കിൽ ഗ്രീൻ വേണ്ടെങ്കിൽ FF സോറി അത് ഗ്രീൻ ആണ്. ആൻഡ് നെക്സ്റ്റ് കംപ്ലീറ്റ്ലി ബ്ലൂ ആവും. ആൻഡ് ഈ മൂന്ന് കളേഴ്സ് മിക്സ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള കളേഴ്സ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയാം. സോ പല കോമ്പിനേഷൻ ഉണ്ടാവും. 2 3 6 2 ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്ന കളർ, ഇത് കൈൻഡ് ഓഫ് ബ്ലാക്ക് ആണ്. ഓക്കെ, ആൻഡ് വൈറ്റ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് ആക്ച്വലി ഇവിടെ ഈ ഒരു റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ എലമെന്റിനെയും സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എന്നിട്ട് ഈ ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിങ്ങനെ അനക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ഡിഫറെന്റ് കളർ കോമ്പിനേഷൻസ് കിട്ടും. എന്നിട്ട് ഇവിടെ ഈ എക്സ് വാല്യൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോപ്പി ചെയ്യാം. ഓക്കെ, ഇത് കോപ്പി ചെയ്തിട്ട് ഇപ്പൊ ഇവിടെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് അതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം നിങ്ങൾ റീലോഡ് ചെയ്താലും ആ സാധനം അവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, ഞാനിത് ക്ലോസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞുള്ളത് ഇങ്ങനെ മിക്സ് ചെയ്ത കളറെല്ലാം കണ്ടുപിടിക്കൽ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. പക്ഷെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു റീസോഴ്സസ് എന്ന് പറഞ്ഞിട്ടുള്ളത്, ഞാൻ ഏറ്റവും ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് COOLORS.co എന്നുള്ള ഇതാണ്. ഓക്കെ, നിങ്ങൾ സ്റ്റാർട്ടർ ജനറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാച്ചിങ് ആയിട്ടുള്ള ഒരുപാട് കളേഴ്സ് കിട്ടും. ആൻഡ് ഇവിടെയൊക്കെ അതിന്റെ ഹെക്സ് കോഡ് ഉണ്ട്. ഇത് ജസ്റ്റ് കോപ്പി ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു കളർ നിങ്ങളെ ഡിസൈൻസിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു സ്പേസ് നിൽക്കുമ്പോൾ അത് ഓരോരോ കളേഴ്സ് ആയിട്ട് ഇങ്ങനെ മാറി മാറി വരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. ആൻഡ് ഇപ്പൊ നിങ്ങൾക്ക് മേ ബി നിങ്ങൾക്ക് ഈ ഒരു യെല്ലോ ഇഷ്ടമായെന്ന് വിചാരിച്ചു, അത് നിങ്ങൾക്ക് ലോക്ക് ചെയ്ത് വെക്കാം. എന്നാൽ ആ യെല്ലോന്ന് മാച്ചിങ് ആയിട്ടുള്ള ആ യെല്ലോ ഇവിടെ കോൺസ്റ്റന്റ് ആയി നിൽക്കും. ബാക്കി മാച്ചിങ് ആയിട്ടുള്ള ഒരുപാട് കളേഴ്സ് ഇങ്ങനെ വരും. ഓക്കെ, സോ രണ്ടെണ്ണം ലോക്ക് ചെയ്യാം, അപ്പം ബാക്കിയുള്ളത് മാറും. ആൻഡ് ഫൈനലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ വെബ്സൈറ്റിന് പറ്റിയിട്ടുള്ള ഒരു കളർ സ്കീം ജനറേറ്റ് ചെയ്യാം. ഈ ഒരു കളേഴ്സ് ഒക്കെ നിങ്ങളുടെ വെബ്സൈറ്റിന് വേണ്ടി യൂസ് ചെയ്യാം. മേ ബി ഓക്കെ, ഇവിടെ ഞാൻ ബോഡീന്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ചൂസ് ചെയ്ത യെല്ലോ കളർ ആക്കാം. ഞാൻ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ബോഡീന്റെ കളർ യെല്ലോ ആയി. മോസ്റ്റ് ഓഫ് ദ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി ഡിസൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 കാര്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി. 1 എന്ന് പറയുന്നത് കളേഴ്സ്, 2 എന്ന് പറയുന്നത് ഫോണ്ട്, 3 എന്ന് പറയുന്നത് എന്താണ് ലേ ഔട്ട് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പം എസ്പെഷ്യലി നിങ്ങളൊരു ഡിസൈനർ അല്ലെങ്കിൽ ആക്ച്വലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസൈനർ ആയ ആൾക്കാർ, ഡെവലപ്പേഴ്സ്, ഡിസൈനേഴ്സ് അങ്ങനത്തെ ആൾക്കാരൊന്നും ഇപ്പം നിങ്ങൾ എന്താണ് ഇഫ് യു ട്രൈ ഇനഫ് ടൈംസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി ഡിസൈൻസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. സോ ഏറ്റവും അടിപൊളി ഡിസൈൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 എന്ന് പറയുന്നത് ലേയിങ് ഔട്ട്, 2 എന്ന് പറഞ്ഞിട്ടുള്ളത് ഫോണ്ട്, എസ്പെഷ്യലി ടൈപ്പോഗ്രഫി നമ്മൾ ജനറൽ ആയിട്ട് പറയും, 3 എന്ന് പറഞ്ഞിട്ടുള്ളത് കളേഴ്സ്. ഓക്കെ, കളേഴ്സ് പലപ്പോഴും നമ്മൾ ഭയങ്കരമായിട്ട് കളേഴ്സ് വാരി അറിയുന്നതിനെക്കാട്ടും നമുക്ക് മിനിമൽ ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് കംപ്ലീറ്റ് ഡിസൈൻ സൈഡാണ്, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. സോ ഈ ഒരു ഹെക്സ് കോഡ്സ് വെച്ചിട്ട് കളേഴ്സ് തീരുമാനിക്കുന്ന, കളേഴ്സ് ഡിഫൈൻ ചെയ്യുന്ന ഒരു മെത്തേഡ് പറഞ്ഞതേ ഉള്ളൂ. വേറെ ഒരു സാധനം പറഞ്ഞാൽ HSL എന്ന് പറഞ്ഞിട്ടുണ്ട്. HSL കുറച്ചുകൂടി നമുക്കൊരു ഇൻറ്റ്യൂഷൻ കൊണ്ട് നമ്മൾ കളർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സാധനമാണ്. പിന്നെ ഒരുപാട്
ഇപ്പൊ നിങ്ങൾ CS എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് പഠിച്ചു, സോറി എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് അല്ല, ഏതോ ഒരു പേപ്പർ ഉണ്ടായിരുന്നല്ലോ, എനിക്കത് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഏതോ ഒന്നില്ലായിരുന്നു നമ്മൾ കളർ സ്കീംസ് പഠിക്കുന്നുണ്ട്. ആൻഡ് ഇപ്പൊ ഇവിടെ തന്നെ നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ കളർ പിക്കർ ടൂൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റും. ഹെക്സ്, സെയിം RGBA. RGBA എന്നുള്ളത് വേറൊരു റെപ്രസെന്റേഷൻ ആണ്. റെഡ്, ഗ്രീൻ, ബ്ലൂ. അത് 0 മുതൽ 255 വരെയാണെന്ന് എനിക്ക് തോന്നുന്നു. 255 0 0 0 എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ബ്ലാക്ക്. ആൻഡ് 255 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി വൈറ്റ്. നമ്മൾ നേരത്തെ ഹെക്സിന്റെ പറഞ്ഞിട്ടുള്ള 0000000 പിന്നെ FFFF അത് ഹെക്സിലാണ്. ഇത് RGBA. A എന്ന് പറയുന്നത് അതിന്റെ ട്രാൻസ്പെറൻസി ആണ്. ഇപ്പൊ ഞാനൊരു 0.2 ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കാം, അതിന്റെ ട്രാൻസ്പെറൻസി കുറഞ്ഞിട്ടുണ്ട്. സോ RGBA എന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ആൽഫ എന്നാണ്. ആൽഫ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറൻസി ആണ്. അത് നമ്മൾ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അത് ഇന്നലെ ഞാൻ പറഞ്ഞെന്ന് തോന്നി. ഓക്കെ, HSL എന്നുള്ളത് എന്താണ്, ലൈറ്റ്നെസ് ഒക്കെ വെച്ചിട്ട് ഈ ഹ്യൂ സാച്ചുറേഷൻ ലൈറ്റ്നെസ് ആണെന്ന് തോന്നുന്നു. അത് ഭയങ്കര ഇപ്പൊ നമ്മളൊരു പെർട്ടിക്കുലർ കളർ ഉണ്ടെങ്കിൽ നമുക്കത് ഡാർക്ക് ആക്കണം, നമുക്കത് കുറച്ച് എന്താണ് ലൈറ്റ് ആക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ലൈറ്റ്നെസ് പ്രോപ്പർട്ടി അങ്ങോട്ടേക്ക് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ സ്ലൈഡ് ചെയ്താൽ മതി. അത് അടിപൊളിയാണ്. പിന്നെ ഇവിടെ ഗൂഗിളിന്റെ തന്നെ എന്താണ്, ഇപ്പൊ മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ ഗൂഗിളിന്റെ തന്നെ കുറെ കളേഴ്സ് ആണ്, ഗൂഗിൾ റെക്കമെൻഡ് ചെയ്യുന്ന കുറെ കളേഴ്സ് ആണ്. ഇപ്പൊ നിങ്ങൾ ഒന്നില് കുറച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കുറെ ഷെയ്ഡ്സ് കിട്ടും. സോ ഈ DevTools എന്നുള്ളതിൽ കളേഴ്സിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, സോ എന്തായാലും നമ്മളിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഹാഷ് വാല്യൂസ് മാത്രമാണ്. ഇപ്പൊ നിങ്ങൾ VS കോഡാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ എന്തോ ടൂൾ ഉണ്ട്. സോ ഈ ടൂൾ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ബാക്ക്ഗ്രൗണ്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഡിസ്പ്ലേനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞത്. അവിടെ നമ്മൾ ഇൻലൈൻ കൊടുത്തു. ഇനി ഇതിനൊരു ഇപ്പൊ നമ്മൾ ബ്ലോക്ക് ആണെങ്കിൽ എനിക്ക് വേണ്ടിക്ക് പറയാം. ഓക്കെ, ഹൈറ്റ് 200 പിക്സൽസ് എന്ന് പറയാം. അപ്പൊ അതെന്ത് ചെയ്യും, 200 പിക്സൽ ആയിരിക്കും അതിന്റെ ഹൈറ്റ്. ബട്ട് ഇൻ കേസ് ഇപ്പൊ ഞാൻ ഇൻലൈൻ ആക്കി കഴിഞ്ഞാൽ എനിക്കതിന്റെ ഹൈറ്റിനൊന്നും ടച്ച് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് എന്താണ് ആ എടുക്കുന്ന സ്പേസ് എടുക്കും, അതങ്ങനെ അവിടെ നിന്നോളും. അതാണ് ഇൻലൈനിന്റെ ഒരു പ്രത്യേകത. ഇൻലൈനിന്റെ ഒരു ആപ്ലിക്കേഷൻ ഞാൻ പറയാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഇൻലൈൻ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമുണ്ട്. ഇൻലൈൻ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഇൻലൈൻ ആയിരിക്കും, പക്ഷെ എനിക്ക് അതിന്റെ ഹൈറ്റ്, വിഡ്ത്ത് പോലുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഇൻലൈൻ ബ്ലോക്ക്. സോ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് അതിന്റെ ഹൈറ്റ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഒരു റോയില് ഇതിപ്പം ഫസ്റ്റ് റോ, ഇപ്പൊ സെക്കൻഡ് റോ, തേർഡ് റോ എന്ന് പറഞ്ഞാൽ ഒരു റോയിൽ എന്തേ ഉണ്ടാവുള്ളൂ, ഒറ്റ മാത്രമേ ഉണ്ടാവും. ഓക്കെ, ഇൻലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും മിനിമം സ്പേസ് എടുക്കും. ആൻഡ് നമുക്ക് ഇപ്പൊ ഹൈറ്റ് ഒന്നും കൊടുത്തു കഴിഞ്ഞാൽ അത് വർക്ക് ആവില്ല. പാഡിങ് വർക്ക് ആവുന്നുണ്ട്, ബട്ട് ഹൈറ്റ് എന്നുള്ള സാധനം വർക്ക് ആവില്ല. ഓക്കെ, ആണ് ഇൻലൈനിന്റെ പ്രത്യേകത. ആൻഡ് നെക്സ്റ്റ് ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇൻലൈൻ ബ്ലോക്ക് ആണ്. ഇൻലൈൻ ബ്ലോക്കിന്റെ എന്ത് ചെയ്യാം, നമുക്ക് ഹൈറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, പിന്നെ ഒരുപാട് പുതിയ കാര്യങ്ങളുണ്ട്. നമ്മൾ കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഫ്ലക്സ് എന്നുള്ളത്. അത് നമുക്ക് പറയാം, അതിനെക്കുറിച്ച് പറയാം. ബട്ട് ഫ്ലക്സിനെ കുറിച്ച് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. ഇനിയിപ്പോൾ പുതിയൊരു സാധനം ഗ്രിഡ് എന്നുള്ളതുണ്ട്, അത് ഞാൻ ഇതിനകത്ത് ഒഴിവാക്കിയതാണ്. ജസ്റ്റ് ഫ്ലക്സ് ബോക്സ് മതിയാവും മോസ്റ്റ് ഓഫ് ദ പ്രോബ്ലംസ് ടാക്കിൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഇനി നമുക്ക് ഇൻലൈൻ ബ്ലോക്കിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേ ബി നമുക്കൊരു nav ബാർ ക്രിയേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചു. nav ബാർ ക്രിയേറ്റ് ചെയ്യേണ്ടതില്ല. നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അൺഓർഡർഡ് ലിസ്റ്റ് ഞാൻ ആക്കി. ക്ലാസ് nav bar maybe home about contact. ഈ ഒരു 3 സാധനങ്ങളാണ് ഉള്ളതെന്ന് വിചാരിച്ചു. ഞാൻ റീഫ്രഷ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഹോം ഉണ്ട്, എബൌട്ട് ഉണ്ട്, കോൺടാക്ട് ഉണ്ട്. ഇതൊക്കെ ഞാനൊരു
സ്ലാഷ് എന്ന് പറഞ്ഞാൽ എവിടെയും പോകരുത്, മീൻസ് സെയിം പേജ് എന്നുള്ളതാണ്. സ്ലാഷ് ഞാനൊരു ലിങ്ക് ഇടുന്നതാണ് ജസ്റ്റ് ആ ഒരു കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമുക്ക് 3 ലിങ്ക് ഉണ്ട്. ബട്ട് മേ ബി എന്താ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിത് ഇങ്ങനെയല്ല വേണ്ടതെന്ന് വിചാരിക്കും. എനിക്കത് ഹൊറിസോണ്ടൽ ആയിട്ടാണ് ലിങ്ക് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പല വെബ്സൈറ്റിലും നാവിഗേഷൻ നോക്കുമ്പോൾ ഏകദേശം ഈ ഒരു പാർട്ടിലായിട്ടാണ് ആ ലിങ്ക്സ് ഒക്കെ ഉണ്ടാവും. സോ അങ്ങനെ അതെങ്ങനെ നമുക്ക് റെഡിയാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യാം, ഇൻലൈൻ ബ്ലോക്ക് യൂസ് ചെയ്യാം. അപ്പം ഫസ്റ്റ് നമ്മൾ UL ടാഗ് എടുക്കാം. ഞാൻ എന്താണ് ക്ലാസ് കൊടുത്തത്, navbar. കഴിഞ്ഞാൽ ഇത് മുഴുവൻ എന്താണ് navbar ആണ്. ഓക്കെ, സോ നമുക്കിത് എന്ത് ചെയ്യണം, ജസ്റ്റ് ഹൊറിസോണ്ടൽ ആക്കണം. അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ .navbar li. ഓക്കെ, അതായത് ഫസ്റ്റ് navbar കണ്ടുപിടിക്കുക, അതിനുള്ളിൽ li എന്നുള്ള സാധനം ഉണ്ട്, അത് കണ്ടുപിടിക്കാം. ആൻഡ് നെക്സ്റ്റ് ഞാനിപ്പോൾ ഡിസ്പ്ലേ ഇൻലൈൻ ഓർ ഇൻലൈൻ ബ്ലോക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ എന്തായി, അത് ഹൊറിസോണ്ടൽ ആയി. ആൻഡ് നെക്സ്റ്റ് നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആക്കാം. ഓക്കെ, കുറച്ച് പാഡിങ് കൊടുക്കാം. ഓക്കെ, ആൻഡ് എനിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, അത് കംപ്ലീറ്റ് എടുത്തിട്ട് റൈറ്റിലേക്ക് ഇടാം. അത് കംപ്ലീറ്റ് ഇവിടെ റൈറ്റിലേക്ക് വന്നു. ആൻഡ് മേ ബി ഒരു ബോക്സ് ഷാഡോ ചെറിയൊരു ഷാഡോ ഉണ്ടല്ലോ, കാണാം അവിടെ ചെറിയൊരു ഷാഡോ വന്നിട്ടുണ്ട്. സോ ഇതേപോലെ തന്നെയാണ് നമ്മൾ എന്താണ് navbar ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുക. നമ്മുടെ ഹോമിന്റെ അബൌട്ടിന്റെ കോൺടാക്ട് ഉണ്ട്. ആൻഡ് ഇതിനുള്ള ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ് ഞാൻ ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആ അണ്ടർലൈൻ സോറി അത് ഓൾറെഡി ഇത് പോയിട്ടാണുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നിങ്ങൾക്ക് വേണ്ടിക്കലേ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഇപ്പം നിങ്ങൾ ഉദ്ദേശിച്ച പ്രോപ്പർട്ടി നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ ഉദ്ദേശിച്ച പ്രോപ്പർട്ടി അല്ലല്ലോ വിചാരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ സാധനങ്ങൾ അപ്പം നമുക്ക് ഉണ്ടാവും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി വല്ലപ്പോഴും യൂസ് ചെയ്യുന്ന സാധനമാണ്. ഇപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് അവിടെ എന്തോ ഒരു ഇതുണ്ട്, ആക്ച്വലി ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. ആണ് ആക്ച്വലി അത് ലിസ്റ്റ് ടൈപ്പ് weird.
അതിലെന്തോ ചെറിയ ഇഷ്യൂ ഉണ്ടല്ലോ. അവിടെയാണ് സാധനം ഉള്ളതല്ലേ. അതെന്തോ ഇവിടെ പോയി സാധനം ഇവിടെ പോയി. മേ ബി നമ്മൾ നേരെ വേറെ ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, അവിടെ എന്തോ ഉണ്ട്. അത് നമുക്ക് തൽക്കാലം ഡീബഗ് ചെയ്യാൻ ഞാൻ നിൽക്കുന്നില്ല. നമുക്ക് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ട. ഓക്കെ, എനിവേ ഓക്കെ, ഇപ്പൊ നമ്മൾ ബാക്ക് നേരത്തെ ഉണ്ടായ സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. ഇതേപോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻലൈൻ ബ്ലോക്ക് യൂസ് ചെയ്യുന്നത്. ഇൻലൈൻ ബ്ലോക്ക് അവിടെ കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കാം, ഇതേപോലെ ആയിരിക്കും ഉണ്ടാവാം. ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. അതെന്താണെന്ന് നമുക്ക് തൽക്കാലം ഞാൻ ഡീബഗ് ചെയ്യുന്നില്ല. എനിവേ ഓക്കെ, ഡിസ്പ്ലേയിലൊക്കെ നമ്മളിപ്പം ഇൻലൈൻ ബ്ലോക്ക് ആണ് പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ എന്താണ്, നിങ്ങൾക്ക് ഇതേപോലെ മെന്യൂസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻലൈൻ ബ്ലോക്ക് അല്ലെങ്കിൽ ഇൻലൈൻ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ അത് ബ്ലോക്ക് ആണെങ്കിൽ അതെപ്പോഴും ഇങ്ങനെ ഉണ്ടാവും, ഹൊറിസോണ്ടൽ മീൻസ് വെർട്ടിക്കൽ ആയിട്ട്. ദാറ്റ്സ് അബൌട്ട് ഡിസ്പ്ലേ. വേറെന്താണ് ഡിസ്പ്ലേ ഉള്ളത്? ഓക്കെ, ഫ്ലക്സ് ബോക്സിനെ കുറിച്ച് നമുക്ക് പറയാം. ഓക്കെ, പൊസിഷനിങ് ഇൻ CSS. പൊസിഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവേണ്ടില്ല. ആക്ച്വലി നിങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവും പൊസിഷനിങ്ങിനെ കുറിച്ചിട്ട്. മൂന്ന് സിമ്പിൾ ബോക്സസ് ഉണ്ടാക്കാൻ പോവാണ്. ഞാനൊരു ഹൈറ്റ് ഒരു 200 പിക്സൽ, വെയിറ്റ് സോറി വിഡ്ത്ത് ഒരു 200 പിക്സൽ കൊടുക്കാണ്. And yeah, so background. Okay. ഇപ്പം നമുക്കിപ്പം CCC ഇപ്പോ ആറോട്ട് അടിക്കുന്നതിന് പകരം ജസ്റ്റ് 3 അടിച്ച് കഴിഞ്ഞാൽ അത് ഷോർട്ട് ആയിട്ട് വരും കേട്ടോ. ഓക്കെ, ഇതിപ്പം നമുക്ക് കുറച്ച് മാർജിൻ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പം 3 ബോക്സ് ഉണ്ട്. പക്ഷേങ്കിൽ ഇവിടെ 1 2 സോ ഫസ്റ്റ് ബോക്സ്, സെക്കൻഡ് ബോക്സ്, തേർഡ് ബോക്സ്. ഇവിടെ 3 ബോക്സ് ആണ് ഉള്ളത്. നമുക്ക് ഓക്കെ, നമുക്ക് പൊസിഷനിങ് പഠിക്കണമെങ്കിൽ, പൊസിഷനിങ് എന്ന് പറഞ്ഞാൽ മേ ബി നിങ്ങൾക്ക് ഈ 2 എന്നുള്ള ഈ ഒരു ബോക്സിനെ ഇവിടുന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഇടണമെന്ന് വിചാരിച്ചു. മേ ബി നിങ്ങൾക്ക് അത് ചെയ്യാൻ വേണ്ടി മാർജിനും പാഡിങ്ങും യൂസ് ചെയ്യാം. ബട്ട് വേറൊരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊസിഷൻ എന്നുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ ഈ ഡോക്യുമെന്റ് ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ നോർമലി ഉള്ള ഡോക്യുമെന്റ് ഫ്ലോ, അതായത് ഓരോ എലമെന്റ്സ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എലമെന്റ് അതെടുക്കുന്ന സ്പേസ്, ഓക്കെ, സെക്കൻഡ് എലമെന്റ് അതെടുക്കുന്ന സ്പേസ്, ഓക്കെ, തേർഡ് എലമെന്റ് അതെടുക്കുന്ന സ്പേസ്. ഇതിവിടെ ബ്ലോക്ക് ആയതുകൊണ്ടാണ് ആ ഒരു സെയിം ലൈനിൽ വേറെ ഒന്നും ഇല്ലാത്തത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ നോർമൽ ഉള്ള
പൊസിഷൻ എന്ന് പറയുന്നത്. പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇപ്പം ബേസിക് ആയിട്ട് ഡിഫോൾട്ട് ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക്, പൊസിഷൻ സ്റ്റാറ്റിക് ആയിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ കുറച്ച് ഇപ്പൊ ഞാൻ .2 എടുക്കാം. അതിന് എനിക്കിപ്പം ഒരു ഫ്രം ടോപ്പ് ഒരു 10 പിക്സൽസ് ആണ് വേണ്ടതെന്ന് വിചാരിക്കും. ഈ ഒരു സിറ്റുവേഷനിൽ അത് വർക്ക് ചെയ്താൽ നമ്മൾ കൃത്യമായിട്ടൊരു പൊസിഷൻ പ്രോപ്പർട്ടി കൊടുക്കണം. പൊസിഷൻ റിലേറ്റീവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അതിനെ സുഖാണോ? ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ എന്ത് ചെയ്യാം, നമുക്കിപ്പം ഇത് ഞാനിപ്പോൾ ചെയ്തതെന്ന് പറഞ്ഞല്ല, ജസ്റ്റ് എന്താണ് ഇത് മുഴുവൻ എടുത്തിട്ട് ഒരു പ്രാപ്പർ എന്നുള്ള ഒരു ഡിബിൽ ഇട്ടതാണ്. ഓക്കെ, സോ ഇപ്പം എനിക്ക് വേണ്ടിയിട്ട് ഈ കംപ്ലീറ്റ് സാധനം മുകളിൽ നിന്ന് കുറച്ചൊരു 20 പിക്സൽസ് താഴോട്ടേക്ക് വരണം. ആൻഡ് താഴത്ത് നിന്ന് ലെഫ്റ്റിൽ നിന്ന് ഒരു 100 പിക്സൽസ് പോണ്ടിക്കിൽ ഇതെന്ത് ചെയ്യും, ഇത് കംപ്ലീറ്റ്ലി പൊസിഷൻ ചെയ്യും. ഇതാണ് പൊസിഷൻ റിലേറ്റീവ്. ആക്ച്വലി പൊസിഷൻ റിലേറ്റീവ് ഇതിനെ യൂസ് ചെയ്യുന്നത് ഇതിനല്ല, കുറച്ചുകൂടി ഒരു നന്നായിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊസിഷൻ അബ്സല്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം. പൊസിഷൻ ഞാൻ ഒരു ക്ലാസ് എടുക്കും. അപ്പൊ പൊസിഷൻ അബ്സല്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട്. ഇപ്പം ടോപ്പ് 20 പിക്സൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും പ്രോപ്പർട്ടീസ് മാറ്റിയിട്ടുണ്ടായിരുന്നു. വിടുത്തും ഹൈറ്റ് ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ എന്താണ് 2 എന്നുള്ള ക്ലാസ് നെയിം ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ആക്ച്വലി ഇവിടെ ബോക്സ് 1, ബോക്സ് 2, ബോക്സ് 3 എന്നാണ് കൊടുത്തിരുന്നത്. അതുകൊണ്ടാണ് കാര്യങ്ങളൊന്നും വർക്കാവാതിരുന്നത്. ഫ്രസ്ട്രേറ്റിംഗ്. ബട്ട് ഓക്കെ, ഇപ്പൊ നമുക്ക് ബോക്സ് 2ന്റെ പൊസിഷൻ മാറ്റേണ്ടതിൽ ബോക്സ് 2 പൊസിഷൻ അബ്സല്യൂട്ട് 20 പിക്സൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 അവിടെ കയറി നിന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ ആക്ച്വലി ബോക്സിന് കുറച്ച് മാർജിൻ ഇട്ടിട്ടുണ്ട്. 2 കയറി നിന്നിട്ടുണ്ട്. ഇവിടെ ഹൈറ്റ് ഈ ഡോക്യുമെന്റ് ഫ്ലോ ചാർജ് സോ അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡോക്യുമെന്റ് ഫ്ലോ ഒന്ന് അതിനെ കംപ്ലീറ്റ്ലി നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, പൊസിഷൻ മാറ്റാം. അതായത് ഫസ്റ്റ് 1 ആണ്, ദെൻ 2 ആണ്, 3 ആണ്. പക്ഷെ നമ്മളിപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ 2ന്റെ പൊസിഷൻ അബ്സല്യൂട്ട് എന്ന് സെറ്റ് ചെയ്തു. അബ്സല്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള എല്ലാ
ഫ്ലോവും അങ്ങ് ആ നോർമൽ ആയിട്ടുള്ള ഫ്ലോന്റെ അകത്ത് എടുത്ത് കളയും. അതായത് ഫസ്റ്റ് ആക്സിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ 1 വരണം, അതിന്റെ ബാക്കിൽ 2 വരണം, ആൻഡ് ദെൻ ആഫ്റ്റർ ദാറ്റ് 3 വരണം. ബട്ട് നമ്മൾ പൊസിഷൻ അബ്സല്യൂട്ട് എന്ന് കൊടുക്കുമ്പോൾ അതെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ടോപ്പ് ലെഫ്റ്റ് കാര്യങ്ങളിലെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഇതാവാം, ലൈക്ക് നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് അത് ഡിസ്പ്ലേസ് ആവും. വാല്യൂസ് കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കംപ്ലീറ്റ്ലി എൻറ്റയർ ബോഡീൻ്റെ ഇതിലാണ് വാല്യൂസ് വരിക. ബോഡീൻ്റെ ഇതിൽ നമുക്ക് കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല, അത് പൊസിഷൻ റിലേറ്റീവ് കൊടുക്കും. അതിന്റെ ഏറ്റവും അടുത്തുള്ള പാരന്റ് എലമെന്റിന്റെ ആ പാരന്റ് എലമെന്റിന് റിലേറ്റീവ് ആയിട്ടാണ് ഇത് ആക്ച്വലി പ്ലേസ് ആവുക. അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം, അതൊരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ബട്ട് റൈറ്റ് നൗ ഇതെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പൊസിഷൻ അബ്സല്യൂട്ട് കൊടുക്കുമ്പോൾ ആ ഡോക്യുമെന്റ് ഫ്ലോ എന്ന് ആ എലമെന്റ് അങ്ങ് ഔട്ടായി. ഇപ്പൊ ഞാനിതിവിടെ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ എന്താണ് അത് കംപ്ലീറ്റ്ലി ആ ഡോക്യുമെന്റ് ഫ്ലോ ഒന്ന് ഔട്ടായി. ഇപ്പൊ ഞാൻ പ്രാപ്പർ കൊടുത്തത് കൊണ്ടാണ് അത് ആ കംപ്ലീറ്റ്ലി ആ ഒരു ഡോക്യുമെന്റിന് ഫ്ലോന്റെ അകത്ത് പുറത്തേക്കായി. ഇപ്പൊ ഞാനിവിടെ ടോപ്പ് ഒരു 10 പിക്സൽസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ടോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു പോയിന്റ് ആണ്, ഏറ്റവും ഇവിടുന്ന് ഒരു 10 പിക്സൽസ്. ഇനി നെക്സ്റ്റ് ലെഫ്റ്റ് കൊടുക്കുമ്പോൾ ലെഫ്റ്റ് നിന്നൊരു 20 പിക്സൽസ്, ഓക്കെ, ആൻഡ് റൈറ്റ് ഒരു ഓക്കെ, റൈറ്റും ബോട്ടവും ഇപ്പൊ ഇവിടെ നമുക്ക് അത്ര ഒരു അതൊരു സെൻസ് ഇല്ലല്ലോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടോപ്പിൽ നിന്ന് ഇത്ര കൊടുത്ത് ബോട്ടത്തിൽ നിന്ന് ഇത്ര കൊടുക്കുമ്പോൾ അത് മിക്കവാറും നമ്മൾ 2 സാധനങ്ങൾ കൊടുക്കാറുള്ളൂ. ഒന്നിക്കൽ ടോപ്പ് ലെഫ്റ്റ് അല്ലെങ്കിൽ ടോപ്പ് റൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കാറ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഓക്കെ, ഇത് യൂസ് ചെയ്യുന്ന ഒരു കേസ് ഞാൻ പറഞ്ഞുതരാം. മേ ബി എനിക്കൊരു ഇമേജ് ഉണ്ട്, ഓക്കെ, ഞാനൊരു ഇമേജ് ഇവിടെ ഫിഗർ എന്നുള്ള ടാഗില് നമ്മളിത് ഇന്നലെ പറഞ്ഞതാണ്, ഒരു ഇമേജ് എടുക്കാം. നമ്മുടെ SRC അത് കൊടുക്കാം, ഓൾ ടെക്സ്റ്റ്, ഓക്കെ, ഇവിടെ സാധനം വന്നിട്ടുണ്ട്. ബട്ട് നമുക്കിവിടെ ഒരു ക്യാപ്ഷൻ ഉണ്ട്, ക്യാപ്ഷൻ. ക്യാപ്ഷൻ കൊടുക്കാം. ഞാനിപ്പോ എന്താ കൊടുക്കാം, ഓക്കെ, ഇതിന്റെ തൊട്ട് താഴെയാണ് വന്നിട്ടുള്ളത്. ബട്ട് എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആക്ച്വലി ഇത് എന്ത് വേണം, ഇവിടെ വരണം. ഇതിന് ഈ ഇമേജിന്റെ സ്പേസ് മാത്രമേ അത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോക്സ് ഒക്കെ നമുക്ക് പറയാം. ഇപ്പൊ നമ്മള് ഫിഗർ ഉണ്ട്, ഫിഗറാണ് ഫിഗറിനെ കുറിച്ച് പറയുന്നത്. ഫിഗറിൽ നമ്മൾ ആക്ച്വലി പോർഷൻ സെറ്റ് ചെയ്യാനുണ്ട്. ഈ ഫിഗ് ക്യാപ്ഷൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ഓക്കെ, പൊസിഷൻ അബ്സല്യൂട്ട് എന്ന് ഞാൻ പറയുന്നു. ഓക്കെ, പൊസിഷൻ അബ്സല്യൂട്ട് ഞാൻ പറയുന്ന സമയത്ത് ബോട്ടം 10 പിക്സൽസ്. അപ്പൊ അത് ആക്ച്വലി എന്താണ് പ്ലേസ്ഡ് ആയിട്ടുള്ളത്, ഈ നമ്മുടെ ടോട്ടൽ ബോഡീന്റെ താഴത്താണ് പ്ലേസ്ഡ് ആയിട്ടുള്ളത്. ഇത് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഫിഗറിന് ഒരു ബാക്ക്ഗ്രൗണ്ട്, ഇതാണ് നമ്മുടെ ഫിഗറിലുള്ളത്. ആൻഡ് ആക്ച്വലി എനിക്കിത് ഇവിടെയാണ് വേണ്ടത്, ഈ ഒരു സ്ഥലത്താണ് വേണ്ടത്. അപ്പൊ ഞാൻ ഈ അബ്സല്യൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ റെഫറൻസ് എലമെന്റ് മാറ്റണം. അപ്പൊ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പൊസിഷൻ റിലേറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അത് ഈ ഒരു ഫിഗറിനനുസരിച്ചിട്ട്, അതായത് ഈ ഫിഗറിന്റെ ബോട്ടത്തുനിന്ന് 10 പിക്സൽ ടോപ്പിലേക്ക് ആണ് ആക്ച്വലി അത് പ്ലേസ്ഡ് ആവാം. സോ അത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ എനിക്ക് വേണ്ടിയിട്ട് ഇവിടെ എന്താണ്
ഇവിടെ ഈ ഒരു ഇതിടാം. ഇതിപ്പോ എനിക്ക് ഇപ്പം അത് ഓവർഫ്ലോ ആവുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഫിഗർ എന്നുള്ളത് കംപ്ലീറ്റ്ലി എന്താണ് ഈ ഒരു കംപ്ലീറ്റ് സ്പേസ് എടുക്കുന്നുണ്ട്. വെയിറ്റ്, ഇപ്പൊ ഞാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ഓക്കെ, ഈ ഫിഗർ കംപ്ലീറ്റ് എടുക്കുന്നുണ്ട്. സോ ഇത് ആ ഫിഗറിന് അനുസരിച്ചിട്ടാണ് നമ്മൾ ആക്ച്വലി എന്ത് ചെയ്തിട്ടുള്ളത്, പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇതിപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇതിന്റെ ഇതിനൊരു വിഡ്ത്ത് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഇമേജിന്റെ 400 പിക്സൽസ് ആണ്. സോ ഈ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്തു, അത് കൃത്യമായിട്ട് ആ ഒരു കൃത്യമായിട്ടുള്ള ഇത് വന്നു. പക്ഷെ ആക്ച്വലി നമുക്ക് റെസ്പോൺസീവ് ഡിസൈൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെക്കാട്ടി കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സാധനം നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇതാണ് പൊസിഷൻ അബ്സല്യൂട്ടിന്റെ ഒരു ഗുണം. നെക്സ്റ്റ് വേറെ എന്നുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊസിഷൻ ഫിക്സഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു H1 എലമെന്റ് ഇടാം. അവിടെ ദിസ് ഇസ് ഹെഡിങ് ആൻഡ് കുറച്ച് പി കുറച്ച് പി ടാഗ് അവിടെ ഇട്ടതാണ്. കുറച്ച് വന്നിട്ടുണ്ട്. മേ ബി നമുക്ക് കുറച്ചധികം പി ടാഗ് ഇടാം, ഒരു 20 പി ടാഗ് ഇടാം. ഓക്കെ, ഇപ്പൊ നമുക്കൊരു സ്ക്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതിലാണുള്ളത്. സോ നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇതൊക്കെ കളയാം. ഹെഡ് H1 ഞാനൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. ഓക്കെ, ആൻഡ് പൊസിഷൻ എന്ത് ചെയ്യുന്നു, ഫിക്സ്ഡ് ആക്കുന്നു. അപ്പൊ നിങ്ങൾ മാറ്റം നോക്കണം. ഇവിടെ അവിടെ കംപ്ലീറ്റ്ലി ഫിക്സഡ് ആയിട്ട് നിൽക്കാൻ തുടങ്ങി. ഓക്കെ, ഇപ്പൊ ഞാൻ സ്ക്രോൾ ചെയ്താൽ ഇപ്പൊ ഞാൻ ഈ കൊടുത്താൽ എന്താണ്, നമ്മളിത് എങ്ങനെ സ്ക്രോൾ ചെയ്താലും അത് ആക്ച്വലി അവിടെ ഫിക്സഡ് ആയിട്ട് നിൽക്കും. വേണ്ടിക്കുള്ള അത് നിങ്ങൾക്ക് വിഡ്ത്ത് 100% എന്ന് കൊടുത്താൽ 100% പറഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ള വിഡ്ത്തിന്റെ മൊത്തം എടുക്കുക. ഓക്കെ, അങ്ങനെ എടുക്കുമ്പോൾ അത് അവിടെ വന്നു. ബട്ട് ഇവിടെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഓവർഫ്ലോ ഉണ്ട്. ഓക്കെ, ഓവർഫ്ലോ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ മുഴുവൻ ഞാനൊരു കോണ്ടന്റ് എന്നുള്ളൊരു ഡിവിൻ്റെ അകത്ത് ഇടുകയാണ്. സോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ H1 ഉണ്ട് ആൻഡ് കോണ്ടന്റ് എന്നുള്ളൊരു ഡിവിൻ്റെ ഉള്ളിൽ ഇത് മൊത്തമാണ്. സോ അത് ഞാൻ ചെയ്യുന്നത് ഡോട്ട് കോണ്ടന്റ് ആഡിങ് ടോപ്പ് 100 പിക്സൽ കൊടുക്കാം. ഈ നമ്മൾ കൊടുക്കുന്നതിന്റെ ഹൈറ്റിനനുസരിച്ചിട്ട് ഇവിടുന്ന് താഴോട്ടേക്ക് കൊടുത്താൽ മതി. ഓക്കെ, സോ മേ ബി ഒരു 72. ഓക്കെ, ആ ഒരു ഹൈറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമ്മൾ സ്റ്റിക്കി ഹെഡർ എന്ന് പറയും. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് സ്ക്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇവിടെ നമ്മൾ അബ്സല്യൂട്ട് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്താ പറ്റുക വെച്ചിട്ടുണ്ടെങ്കിൽ അബ്സല്യൂട്ട് ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം സെയിം ആയിരിക്കും. ബട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്ക്രോൾ ചെയ്യുമ്പോൾ അത് അവിടെ നിൽക്കില്ല. അതിന് പകരം നമ്മൾ ഫിക്സഡ് ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതവിടെ ഫിക്സഡ് ആയിരിക്കും, കംപ്ലീറ്റ്ലി അവിടെ ഫിക്സഡ് ആയിട്ട് നിൽക്കും. മേ ബി നിങ്ങളിപ്പോൾ പല വെബ്സൈറ്റിലും കാണുന്നതായിരിക്കും സ്ക്രോൾ ടു ടോപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു
റൗണ്ടിൽ ഒരു സാധനം അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഡയറക്റ്റ്ലി മുകളിലെത്തുന്ന ഇത്. അപ്പൊ ആ ഒരു സാധനം പൊസിഷൻ ചെയ്യുന്നത് ഫിക്സഡ് വെച്ചിട്ട് പൊസിഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പല വഴികളുണ്ട്. പിന്നെ ഫിക്സഡിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഇതേപോലത്തെ സ്റ്റിക്കി ഫൂട്ടേഴ്സ്, സ്റ്റിക്കി ഹെഡേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആണ് പൊസിഷൻ ഫിക്സ്ഡ്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ പൊസിഷൻ സ്റ്റിക്കി ആണ്. സ്റ്റിക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ നിങ്ങൾക്കത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇത് അവിടം വരെ സ്ക്രോൾ ആകുന്നത് വരെ സീൻ ഉണ്ടാവില്ല. ബട്ട് ഫിക്സഡും ഫിക്സഡും സ്റ്റിക്കി സ്റ്റിക്കി ആണെങ്കിൽ എന്ത് ചെയ്യും, ഇപ്പൊ നമ്മളിവിടെ പാഡിങ് കൊടുത്തില്ലേ, ആക്ച്വലി നമുക്ക് ആ പാഡിങ് അങ്ങ് ഒഴിവാക്കാം. സെയിം സാധനം ആ പാഡിങ് ഒഴിവാക്കാം. അതായത് ആ നമ്മുടെ സ്ക്രോൾ ബാർ അവിടെ എത്തുന്നത് വരെ ആ കണ്ടന്റിന്റെ സെയിം സിറ്റുവേഷനിലായിരിക്കും. ബട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് എന്താണ് അതവിടെ ഫിക്സഡ് ആയിട്ട് നിൽക്കും. അതാണ് സ്റ്റിക്കി. ആക്ച്വലി ഞാൻ സ്റ്റിക്കി ഫിക്സഡ് എല്ലാം യൂസ് ചെയ്തിട്ട് അത്രയും കാലമായി. മോസ്റ്റ് ഓഫ് ദ ടൈം നിങ്ങൾ കുറച്ച് ഫാൻസി ആയിട്ടുള്ള വെബ്സൈറ്റുകൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യേണ്ടി വരും. ബട്ട് എനിവേ ഇറ്റ്സ് ഗുഡ് ടു നോ. ഓക്കെ, സോ ഫിക്സഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലേ ഔട്ടിൽ നിന്ന് കംപ്ലീറ്റ്ലി പുറത്ത് പോയിട്ടുണ്ട്. അതായത് ബാക്കിയുള്ളത് മുകളിലേക്ക് കയറി, അത് അവിടെ സ്പേസ് ഇല്ല. ബട്ട് സ്റ്റിക്കി ആണെങ്കിൽ ആ ഒരു ഇഷ്യൂ വരുന്നില്ല. ഓക്കെ, ആ ഒരു ഇഷ്യൂ വരുന്നില്ല. ദാറ്റ്സ് ഇറ്റ്. അപ്പോ ഓക്കെ, ഇതാണ് പൊസിഷൻ. പൊസിഷൻ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾസ് എടുത്തിട്ട് ചെയ്ത് നോക്കിയാൽ മതി. പൊസിഷൻ്റെ അകത്ത് ഒരുപാട് അടിപൊളി എക്സാമ്പിൾസ് നമ്മുടെ ഇതിലുണ്ടാവും, MDNലുണ്ടാവും. ഇവിടെ ഒരു സ്റ്റാറ്റിക് ആണ് ബൈ ഡിഫോൾട്ട്. റിലേറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് ലെഫ്റ്റ് വെച്ചിട്ട് അതിനെ പൊസിഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. സ്റ്റാറ്റിക് ആണെങ്കിൽ നിങ്ങൾക്ക് ആ പൊസിഷൻ ടോപ്പ് ലെഫ്റ്റ് എന്നുള്ള എലമെന്റ്സിലൊന്നും ഒരു എഫക്റ്റ് ഉണ്ടാവില്ല. അബ്സല്യൂട്ട് ആണെങ്കിൽ ബാക്കിയുള്ള ഈ രണ്ട് ബോക്സസും എന്ത് ചെയ്യും, അത് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ദ ഫ്ലോ ആണ്. സ്റ്റിക്കി ആണെങ്കിൽ സ്ക്രോൾ ചെയ്തിട്ട് ആ സ്ക്രോൾ ചെയ്തെത്തുന്ന പൊസിഷൻ മുതൽ എന്താണ് അതുവരെ കംപ്ലീറ്റ്ലി ആ ഇതായിരിക്കും എന്താണ് ആ ഒരു എലമെന്റിന്റെ മീൻസ് ഡോക്യുമെന്റ് ഫ്ലോനെ കൃത്യമായിട്ട് അനുസരിക്കുന്നതായിരിക്കും. ബട്ട് സ്ക്രോൾ ചെയ്ത് അവിടെ എത്തുമ്പോൾ ഇതായിരിക്കും. ഇതിന്റെ ഫിക്സഡ് ഇവിടെ കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. മേ ബി സ്റ്റിക്കി ഇവിടെ അവർ എക്സാമ്പിൾസിൽ ഫിക്സഡ് കൊടുത്തിട്ടില്ല. ഐ ഡോണ്ട് നോ വൈ. ഓക്കെ, എനിവേ അപ്പോൾ അതാണ് പൊസിഷനിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഡിസ്പ്ലേ പറഞ്ഞു, പൊസിഷനിങ് പറഞ്ഞു, ട്രാൻസിഷൻ ലാസ്റ്റ് പറയാം. ഓക്കെ, ലേഔട്ട്സ്. ഓക്കെ, സോ ലേഔട്ട്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഫ്ലക്സ് ബോക്സ് എന്നുള്ള ഒരു സാധനം വന്നതിന് ശേഷം CSSലെ ലേഔട്ട്സ് ഇപ്പോൾ കുറച്ച് സിമ്പിൾ ആയത്. അതുവരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര തലവേദനയായിരുന്നു. എന്താണ് നമ്മൾ വിചാരിക്കാത്ത തരത്തിൽ സാധനങ്ങൾ പോകും. അപ്പൊ നമ്മൾ കുറച്ചൊന്ന് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടൊരു സാധനം പൊസിഷൻ ചെയ്യാൻ പറ്റൂ. മേ ബി ജോക്സ് അടിച്ചാൽ തന്നെ നമുക്ക് അതിനകത്തൊന്നും കാണുന്നില്ല. ബട്ട് എനിവേ പൊസിഷൻ CSS ഒരു ഭയങ്കര മീൻ ജനറേറ്റ് ചെയ്യാൻ പറ്റിയ കണ്ടന്റ് ആയിരുന്നു അൺടിൽ ഫ്ലക്സ് ബോക്സ്. ഫ്ലക്സ് ബോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലേഔട്ട് മൊഡ്യൂൾ ആണ്. ഇപ്പോൾ എക്സാമ്പിൾ മുഴുവൻ ഞാൻ കളയാം. ഫ്ലക്സ് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
this time 1 2 നേരത്തെ നമുക്ക് പറ്റിയിട്ടുള്ള തെറ്റ് നമുക്ക് പലപ്പോഴും പറ്റുന്നതായിരിക്കും. നമ്മൾ ഇവിടെ കൊടുത്ത ക്ലാസ് നെയിം ഒന്നായിരിക്കും, ബട്ട് നമ്മൾ CSS റെഫറൻസ് ചെയ്യുന്നത് വേറെ ആയിരിക്കും. എന്നിട്ട് നമ്മൾ വിചാരിക്കും എന്താണ് പറ്റിയതെന്ന് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കും. ബട്ട് can happen. ഓക്കെ, സോ ഇപ്പം ഞാൻ ഈ ബോക്സസ് മുഴുവൻ വേണ്ടിയിട്ട് ഞാനൊരു കണ്ടെയ്നർ എന്നുള്ളൊരു ഡിബിലാക്കാണ്. ഓക്കെ, കുറച്ച് കണ്ടന്റ് ഇടാൻ മതി. Okay, 1 2 3. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നമുക്ക് 3 ഡിപ്സ് ഉണ്ട്, അതിനകത്ത് 3 ഇങ്ങനെയുള്ളത്. മേ ബി നമ്മൾ നോർമലി കാണുന്ന ഒരു ലേഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും, 1 ഇവിടെ അതൊരു ഹെഡിങ് ആയിരിക്കും. മേ ബി ഹെഡിങ് കണ്ടന്റ്. ഇതാണ് ഒരു ലേഔട്ടാണ് നോർമലി ഉണ്ടാകുന്നത്. ബട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടന്റ് എന്തായിരിക്കും, എപ്പോഴും ഫൂട്ടർ ഏറ്റവും താഴെയും കണ്ടന്റ് ഹെഡിങ് കുറച്ച് സ്പേസ് എടുക്കും, ഫൂട്ടറും കുറച്ച് സ്പേസ് എടുക്കും, കണ്ടന്റ് എന്ത് ചെയ്യും അതിന്റെ മിഡിൽ സ്പേസ് എടുക്കും. ഇപ്പോൾ അത് നമുക്ക് ഫ്ലെക്സ് ബോക്സ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ലേഔട്ട് ചെയ്യേണ്ട സാധനങ്ങളെല്ലാം എന്ത് ചെയ്യാം, എടുത്തിട്ട് ഒരു റാപ്പറിനുള്ളിടാം. അപ്പൊ ഞാൻ കണ്ടെയ്നറിന് പേര് കൊടുത്തിട്ടുണ്ട്. സോ കണ്ടെയ്നർ, നേരത്തെ നമ്മൾ പറഞ്ഞ ഡിസ്പ്ലേ, ബട്ട് ഇത്തവണ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഫ്ലക്സ്. ഇപ്പോൾ ഫ്ലക്സ് ആയി കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. റൈറ്റ് നൗ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യട്ടെ. നമുക്ക് കാണാൻ പറ്റുന്ന ബാക്ക്ഗ്രൗണ്ട് ആക്കാം. ഓക്കെ, സോ ആക്ച്വലി കുറച്ച് പാഡിങ് കൂടിയിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, നമുക്കിപ്പോൾ എന്തുണ്ട്, ഇവിടെ ഒരു റാപ്പർ ഉണ്ട്, അതിൽ 3 എലമെന്റ്സ് ഉണ്ട്, ഹെഡിങ്, കോണ്ടന്റ്, ഫൂട്ടർ. ഓക്കെ, ഇതിനെ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്പ്ലേ ഫ്ലക്സ് ആക്കി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് ഉള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലക്സ് ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം. ഫ്ലക്സ് ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് റോ ആക്കാം. റോ എന്ന് പറഞ്ഞാൽ ഡിഫോൾട്ട് റോ ആണ്. റോ റിവേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി റിവേഴ്സ് ആവും. ഓക്കെ, അതായത് ഇവിടുന്ന് ആണ് സ്റ്റാർട്ട് ചെയ്യുക. ഇതാ അതിൽ കുറച്ച് ടേംസ് ഉണ്ട്. ഇത് ഫ്ലക്സ് സ്റ്റാർട്ട് എന്ന് പറയും, ഇത് ഫ്ലക്സ് എൻഡ് എന്ന് പറയും. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ നോക്കേണ്ടത് ഫ്ലക്സ് ഡയറക്ഷൻ റോ റിവേഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നേരെ റിവേഴ്സ് ആവും. റോ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് സ്റ്റാർട്ട് ആവും. നെക്സ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോളം. കോളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി കോളം ബേസ്ഡ് ലേഔട്ട്സ് ആണ്. കോളം റിവേഴ്സ് ഉണ്ട്. എന്ത് ചെയ്യും, ഹെഡിങ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, സോ ഈ 3 പൊസിഷനിങ് ഡയറക്ഷൻസ് ആണ് നമുക്കുള്ളത്. ബട്ട് റൈറ്റ് നൗ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഒരു കോളം കൊടുക്കാം. കാരണം നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഹെഡിങ്, പിന്നെ കണ്ടന്റ് ഫുള്ള്, ദെൻ ഫൂട്ടർ ആണ്. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഇതിന്റെ ഹൈറ്റ് സെറ്റ് ചെയ്യണം. ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മിൻ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം ഒരു 100 VH എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യൂ പോർട്ട് ഹൈറ്റ് എന്നാണ്. അതായത് ഇപ്പം ഞാനിപ്പം ഈ ഒരു വിൻഡോൻ്റെ അകത്ത്
ഇതാണ് വ്യൂ പോർട്ട് ഹൈറ്റ്. ഇപ്പൊ ഞാൻ 50 VH എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് 50-ൽ നിൽക്കും. അപ്പൊ ഈ ടോട്ടൽ നമ്മളെ വിൻഡോന്റെ ഹൈറ്റ് ആണ് VH എന്നുള്ള യൂണിറ്റ്. ഓക്കെ, 100 VH. 100 VH എന്ന് പറഞ്ഞാൽ ഫുൾ. ബട്ട് നമ്മൾ ആക്ച്വലി ഇവിടെ എന്ത് ചെയ്യുന്നില്ല, എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഈ സ്ക്രോൾ ബാർ ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നില്ല. നമുക്ക് ഇവിടെ സ്ക്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മളൊരു പാഡിങ് കൊടുത്തിട്ടുണ്ട്. പാഡിങ് ബൈ ഡിഫോൾട്ട് എന്താ സംഭവിക്കുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, പാഡിങ് നമ്മളെ എലമെന്റ് എടുക്കുന്ന സ്പേസിന് പുറത്തേക്കാണ്. അതിപ്പോ വരച്ച് കാണിക്കേണ്ടി വരും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ ആകാശം എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇതാണ് ഇപ്പം നമ്മുടെ ഇതിന്റെ വിടുത്തും ഹൈറ്റും ഇതാണെന്ന് വിചാരിക്കാം കൃത്യമായിട്ട്. ഓക്കെ, നമ്മൾ പാഡിങ് കൊടുക്കുമ്പോൾ ആക്ച്വലി ഇത് ബൈ ഡിഫോൾട്ട് ഇത് പുറത്തേക്കാണ് പാഡിങ് കൊടുക്കുന്നത്. അപ്പം ഇതായിരിക്കും ഇതിന്റെ ഹൈറ്റ്. ഓക്കെ, ഇതായിരിക്കും ഇതിന്റെ ഹൈറ്റ്. സോറി, ഈ പാഡിങ് അനുസരിച്ചിട്ടായിരിക്കും ഇതിന്റെ ഹൈറ്റ് പുറത്തേക്ക് കൊടുക്കുന്നത്. ബട്ട് നമ്മൾ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ആ പ്രോപ്പർട്ടി സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിലേക്ക് പാഡിങ് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നോർമലി പുറത്തേക്കാണ് പാഡിങ് മാർജിൻ ഒക്കെ കൊടുക്കുന്നത്. ബട്ട് നമുക്ക് എന്ത് വേണം, ഉള്ളിലേക്ക് കൊടുക്കണം. ഈ AK കുറച്ച് ചെറുതാണ്, അതായത് ഈ AK കുറച്ച് ഇതിന്റെ നമ്മുടെ ഔട്ടർ ബോക്സിന്റെ എന്താണ് വലിപ്പത്തിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. അതിന് യൂസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ്, അതെല്ലാത്തിനും സെറ്റ് ചെയ്യാം. ബോക്സ് സൈസിങ് ബോർഡർ ബോക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഈ സ്ക്രോൾ ബാർ പോകുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അത് പോയി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നേരത്തെ പുറത്തേക്കായിരുന്നു. നമ്മൾ 100 VH കൊടുത്ത സമയത്ത് അത് ഓക്കെ, ഹൈറ്റ് 100 VH ആണ്. പാഡിങ് കൊടുക്കുമ്പോൾ ഓക്കെ 12 പിക്സൽ എക്സ്ട്രാ. ഇപ്പം സംഭവിച്ചതെന്ന് വെച്ചാൽ 100 VH ആണ്, പാഡിങ് കൊടുക്കുമ്പോൾ 12 പിക്സൽ ഉള്ളിലോട്ടേക്ക്. അപ്പൊ എന്താണ്, ആ സ്ക്രോൾ ബാർ അങ്ങ് പോയി, ആ എക്സ്ട്രാ 12 പിക്സൽസ് ഇല്ല. അപ്പൊ കംപ്ലീറ്റ്ലി ആ എലമെന്റിന്റെ ഹൈറ്റ് എന്താണ് 100 VH ആയിട്ട് റിമെയിൻ ചെയ്യും. ഓക്കെ, ഈ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ബട്ട് എപ്പോഴും നമ്മൾ എല്ലാ എലമെന്റിനും ബോർഡർ ബോക്സ് സെറ്റ് ചെയ്യാം. ആൻഡ് ഈ സ്റ്റാർ യൂസ് ചെയ്യാൻ പറ്റിയ ഒരേ ഒരു സിറ്റുവേഷൻ ഒന്നാണ് ഈ ബോക്സ് സൈസിങ് ബോർഡർ ബോക്സ് സെറ്റ് ചെയ്യുന്നത്. നൗ ഓക്കെ, ഈ പാഡിങ് ഞാൻ തൽക്കാലം ഒഴിവാക്കാം. കാരണം അവിടെ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഇപ്പോൾ ഫ്ലക്സ് ഡയറക്ഷൻ പറഞ്ഞു കോളാക്കി സെറ്റ് ചെയ്തു. ആൻഡ് ഇതിനകത്തുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ജസ്റ്റിഫൈ കണ്ടന്റ് ആണോ ഐറ്റംസ് ആണോ? ജസ്റ്റിഫൈ കോണ്ടന്റ് സ്പേസ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ആ ഹെഡ് ആ സ്പേസ് മുഴുവൻ എടുക്കുക. ആൻഡ് ഫസ്റ്റ് എലമെന്റിനെ ഇവിടെ പ്ലേസ് ചെയ്യാം, ലാസ്റ്റ് എലമെന്റിനെ ഇതിന് ഇവിടെ പ്ലേസ് ചെയ്യാം. ആൻഡ് ബാക്കിയുള്ള എലമെന്റ്സിനെ അതിൻ്റെ ഇടയ്ക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. മേ ബി ഞാനിപ്പോൾ ഒരു 2-3 ബോക്സുകളും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ സംഭവിക്കും, കൃത്യമായിട്ട് അത് പ്ലേസ്ഡ് ആവും. ഓക്കെ, ഫസ്റ്റ് എലമെന്റിന് ഇവിടെ ഫിക്സ് ചെയ്യാം, ലാസ്റ്റ് എലമെന്റിന് ഇവിടെ ഫിക്സ് ചെയ്യാം. ആൻഡ് അതിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ഇത് കൊടുക്കുക, എന്താണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സ്പേസ് ബിറ്റ്വീൻ, ജസ്റ്റിഫൈ കോണ്ടന്റ് സ്പേസ് ബിറ്റ്വീൻ കൊടുക്കുക. ജസ്റ്റിഫൈ കോണ്ടന്റ് എപ്പോഴും ഇതിൽ 2 ആക്സിസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആക്സിസ്, രണ്ടാമത്തത് മെയിൻ അല്ലാത്ത ആക്സിസ്. അതിന്റെ പേരെന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. എനിവേ, ആക്സിസ് എന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളെ ഫ്ലക്സ് ഡയറക്ഷൻ കോളാണ്. അപ്പൊ അതിന്റെ ആക്സിസ് എന്ന് പറഞ്ഞാൽ താഴോട്ടേക്കാണ്. ഓക്കെ, അപ്പൊ ഈ ജസ്റ്റിഫൈ കോണ്ടന്റ് എപ്പോഴും താഴോട്ടേക്കാണ് ഐറ്റംസിനെ അലൈൻ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ കോളത്തിന് പകരം റോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അലൈൻ ചെയ്യുന്നത് കുറച്ച് സാധനം റിമൂവ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഒരു
710. ഓക്കെ, ഇത് അലൈൻ ചെയ്യുന്നത് ഹൊറിസോണ്ടൽ ആക്സിസിലായിരിക്കും. ഓക്കെ, ഹൊറിസോണ്ടൽ ആക്സിസിലായിരിക്കും അത് അലൈൻ ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ ഇവിടെ മെയിൻ ആക്സിസ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടലാണ്. സോ നേരത്തെ നമ്മൾ എടുത്ത സമയത്ത് കോളായിരുന്നുണ്ടായിരുന്നു. കോളം ആണെങ്കിൽ ഇത് ഇങ്ങനെയാണ് അലൈൻ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇതിന് കുറച്ച് എക്സ്ട്രാ പ്രോപ്പർട്ടീസ് ഉണ്ട്. സ്പേസ് ഈവൺലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, എല്ലാത്തിനും ഈവൺ ആയിട്ട് പ്ലേസ് ചെയ്യാം. നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് എന്നുള്ളത് സെന്ററിനുണ്ട്. അപ്പൊ എല്ലാ സാധനത്തിനും അങ്ങ് സെന്ററിൽ എടുക്കുക. ഓക്കെ, ബാക്ക്ബോൺ സെന്റർ. സെന്ററിങ് ഓൺ CSS എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പ് എസ്പെഷ്യലി വെർട്ടിക്കൽ സെന്ററിങ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമായിരുന്നു. ബട്ട് ഫ്ലെക്സ് ബോക്സ് വന്നപ്പോൾ അത് ഭയങ്കര സിമ്പിളായി മാറി. ഇപ്പം ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റിഫൈ കോണ്ടന്റ് സെന്റർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഐറ്റംസ് മുഴുവൻ എന്തായി, സെന്ററായി. ആൻഡ് നെക്സ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റിഫൈ കോണ്ടന്റ് പോലെ തന്നെ അലൈൻ ഐറ്റംസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കും. ഇപ്പം ജസ്റ്റിഫൈ കോണ്ടന്റ് എന്തെല്ലാം നമ്മൾ പറഞ്ഞത് അതിലുള്ള പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ്, റൈറ്റ്, സ്പേസ് അറൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫസ്റ്റ് സ്പേസ് അറൗണ്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ മാറ്റിയായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞതായിരുന്നു. സോ കോണ്ടന്റ് സ്പേസ് അറൗണ്ട് എന്നുള്ളത് ഈ ഒരു ഇതാണ്. സ്പേസ് ഈവൺലി. ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു എല്ലാവരും ബുക്ക് മാർക്ക് ചെയ്ത് വെക്കേണ്ട ഒരു പേജാണ് ഇത് ആക്ച്വലി. ഓക്കെ, എല്ലാവരും ബുക്ക് മാർക്ക്. ഇതിനകത്ത് കംപ്ലീറ്റ്ലി എന്താണ് ഈ ഫ്ലക്സ് ഐറ്റംസിന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വിഷ്വൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഇതാണ് ജസ്റ്റിഫൈ കോണ്ടന്റ് എന്നുള്ളത്. ഫ്ലക്സ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ആയിരിക്കും. ഇവിടെ ഇങ്ങനെ start ഇവിടെ അതാണ് ബൈ ഡിഫോൾട്ട് ആയിട്ടുള്ളത്. ഫ്ലക്സ് എൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബോട്ടം, സെന്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെന്റർ, സ്പേസ് ബിറ്റ്വീൻ, സ്പേസ് അറൗണ്ട്. സ്പേസ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഫസ്റ്റത്തെ എലമെന്റിനെ അവിടെ വെക്കുക, ലാസ്റ്റത്തെ എലമെന്റിനെ അവിടെ വെക്കുക, ബാക്കി ഈവൺ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ദെൻ സ്പേസ് ഈവൺ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഈവൺ ആക്കിയിട്ട് കൊടുക്കുക. ഓക്കെ, അതിന്റെ കംപ്ലീറ്റ്ലി എക്സ്പ്ലനേഷൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ആൻഡ് ഇതൊന്ന് വായിച്ച് നോക്കിയാൽ മതി. ജസ്റ്റ് ഇത് വായിച്ച് നോക്കിയാൽ മതി. ഒരുപാട് ഇതേപോലത്തെ പ്രോപ്പർട്ടീസ് ഉണ്ട്. സോ ഇതൊന്നും നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് അറിയാം. ഓക്കെ ഇങ്ങനെ എനിക്ക് ഇപ്പൊ നിങ്ങളൊരു ലേഔട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഓക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ അതെങ്ങനെ ടാക്കിൾ ചെയ്യാന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. അതായത് ഏതൊക്കെ പ്രോപ്പർട്ടീസ് എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, ഫ്ലക്സ് ബോക്സിന് എന്താണ് ജസ്റ്റിഫൈ കോണ്ടന്റ് എന്നുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ട്. എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ അത് അലൈൻ ചെയ്യാൻ വേണ്ടി പറ്റുമോ? ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓക്കെ നമ്മൾ ഇതുവരെ പറഞ്ഞ ലേ ഔട്ട് റെഡി ആയിട്ടില്ല. അതായത് ഇവിടെ ഹെഡിങ് ഉള്ള ഇതുണ്ട്. ഓക്കെ, ഹെഡിങ് ഉണ്ട്. കണ്ടന്റ് എനിക്ക് എന്ത് ചെയ്യണം? ഫുള്ളി സ്പ്രെഡ് ആവണം. അപ്പോ ഓക്കെ, ബോക്സ് 2 ആണ്. 2 നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്ലക്സ് ഗ്രോ 1 എന്ന് കൊടുക്കുക. ഫ്ലക്സ് ഗ്രോ 1 കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു സാധനം ബാക്കി അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സ്പേസും എടുക്കും. ആൻഡ് ഇതിപ്പോ ഞാൻ 2ഉം ഇത് ഫ്ലക്സ് ഗ്രോ 1 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് 2 ടൈംസ് വളരുമ്പോൾ ഇത് 1 ടൈംസ് എടുക്കും. ഓക്കെ,
അതേപോലെ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ്ലി കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതേപോലെ ഫ്ലക്സ് സ്ട്രിംഗ് ഉണ്ട്. ഫ്ലക്സ് സ്ട്രിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഗ്രോ ചെയ്യുന്നതിന് പകരം അത് സ്ട്രിംഗ് ആവും. ഓക്കെ, ഇതേപോലത്തെ ഒരുപാട് ഫ്ലക്സ് ബോക്സിന്റെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് ആക്ച്വലി നമ്മൾ ലേ ഔട്ട് ഒരു ലൈവ് എക്സാമ്പിൾ എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആൻഡ് ഈ ഒരു പേജ് ലിങ്ക് ഞാൻ തരാം. ഇത് ആക്ച്വലി എല്ലാവരും ബുക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്താണ്, ഇതിനകത്ത് ഇതാണ് ഞാൻ ഏറ്റവും കോംപ്രിഹെൻസീവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും ഇതായിട്ടുള്ള ഒരു സാധനമാണ് ഇത്. ഓക്കെ, ആക്ച്വലി ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിപ്പോ നമുക്ക് ടൈം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. നമുക്ക് ജസ്റ്റ് ഒരു ഒരു എക്സാമ്പിൾ കൂടി ഞാൻ ചെയ്യാം. പണ്ട് മുതലേ നമ്മളെ ഭയങ്കരമായിട്ട് വലച്ചിരുന്ന ഒരു സാധനമാണ് ഹോളിഗ്രേൽ ലേഔട്ട് എന്ന് പറയും. ഈ പാഡിങ് ഞാൻ കളഞ്ഞെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ വണ്ടിക്ക് കംപ്ലീറ്റ്ലി ഒരു ഈ ബാക്ക്ഗ്രൗണ്ടും, സോറി ആ ബാക്ക്ഗ്രൗണ്ട് അല്ല, അത് കളഞ്ഞാൽ നോക്കില്ല. എന്താണ് ഹെഡിങ്, കണ്ടന്റ്, ഫൂട്ടർ. ഇവിടെ ഇവിടെ ഏറ്റവും അവസാനം ഫൂട്ടർ വന്നു. ഇവിടെ ആക്ച്വലി കണ്ടന്റ് ആണ്. ഇവിടെ എനിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും എഴുതാം. അതിനനുസരിച്ചിട്ട് വരും. ഇവിടെ നമുക്ക് മാർജിനും പാഡിംഗ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് കൃത്യമായിട്ട് അലൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ഉള്ള ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോളി ഗ്രെയിൽ എന്ന് പറഞ്ഞ ഒരു ലേഔട്ട് ഉണ്ടായിരുന്നു. ഹോളി ഗ്രെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ഇമേജ് കാണിച്ചു തരാം. ഇതാണ് ഏറ്റവും ഫ്ലക്സ് ബോക്സ് വരുന്നതിന് മുമ്പ് പലപ്പോഴും ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിരുന്ന, അല്ലെങ്കിൽ ഭയങ്കര എന്താണ് റീഡബിൾ അല്ലാത്ത CSS എഴുതേണ്ട ഒരു സാധനമായിരുന്നു ഇത്. ഈ ഒരു സാധനം കാണുന്നിട്ടുണ്ടെങ്കിൽ ഒരു ഹെഡർ, കോണ്ടന്റ്, ഇവിടെ ഒരു മെനു, ഇവിടെ ഒരു സൈഡ് ബാർ, ഏറ്റവും അവസാനം ഫൂട്ടർ. സോ ഇത് നമുക്ക് ഫ്ലക്സ് ബോക്സ് വെച്ചിട്ട് എന്ത് ചെയ്യാം, വളരെ സിമ്പിൾ ആക്കിയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ CSS എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇപ്പൊ നമ്മൾ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ബോക്സസ് ആണ്. സോ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് വേണ്ടി വരും, എത്ര ബോക്സസ് വേണ്ടി വരും എന്നുണ്ടെങ്കിൽ നമുക്ക് റോ വൈസ് നോക്കാം. ഈ ഹെഡറിന് വേണ്ടിയിട്ട് ഒരു ഡിബ് വേണം. അതായത് ഞാനിപ്പോ ടോപ്പ് എന്നുള്ള ഒരു ഇതെടുക്കാം. ഡോട്ട് മിഡിലുള്ള സാധനങ്ങളാണ് ഒന്ന് സൈഡ് ബാർ 1, സൈഡ് ബാർ 1, അതേപോലെ തന്നെ ഓക്കെ. ആൻഡ് ഫൈനലി നമുക്ക് ഫൂട്ടർ കൂടി, ആക്ച്വലി ഫൂട്ടർ എന്നുള്ളൊരു ടാഗ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഓക്കെ, അപ്പൊ ഈ ഒരു ഹെഡറിന് വേണ്ടിയിട്ട് നമ്മൾ ടോപ്പ് ഉണ്ട്. ഈ മിഡിൽ പാർട്ടിന് വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ട്, ഈ ഒരു മിഡിൽ എന്നുള്ള ഒരു പാർട്ട് ഉണ്ട്. ആൻഡ് അതിന്റെ ഉള്ളിൽ സൈഡ് ബാർ 1, സൈഡ് ബാർ 1 എന്താണ്, ഇത് സൈഡ് ബാർ 1, ഇത് കണ്ടന്റ്, ഇത് സൈഡ് ബാർ 2. ഓക്കെ, നെക്സ്റ്റ് എന്നുള്ളത് ലാസ്റ്റ് ഉള്ള ഫൂട്ടർ ഉണ്ട്. സോ ഇത് നമ്മൾ ഫ്ലക്സ് ബോക്സ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യും, ഓക്കെ ഡോട്ട് ഡോട്ട് ടോപ്പ് എന്നുള്ളത് ഈ കംപ്ലീറ്റ്ലി ഒരു ലേഔട്ട് ആണ്. സോ അതിന് മുഴുവൻ ഞാൻ എടുത്തിട്ട് ഒരു ഡോട്ട് റാപ്പർ എന്നുള്ള ഒരു ഇതിലിടുകയാണ്. നെക്സ്റ്റ് എന്നുള്ളത് ഡോട്ട് റാപ്പർ, അതിന് ഞാൻ ഡിസ്പ്ലേ ഫ്ലക്സ് കൊടുക്കുകയാണ്. ഡിസ്പ്ലേ ഫ്ലക്സ് കൊടുക്കുന്ന സമയത്ത് ഓക്കെ, ഇവിടെ നമ്മൾ കണ്ടന്റ് ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ ഞാൻ h1 ഹെഡർ സൈഡ് ബാർ
ഇപ്പോൾ നോർമലി നമ്മൾ ഫ്ലക്സ് എന്ന് കൊടുക്കുന്നതിന് മുമ്പ് എന്താ ഉണ്ടാവുക, ഇങ്ങനെ ഉണ്ടാവുക. ഓക്കെ, ഫ്ലക്സ് കൊടുത്തതിന് ശേഷം ഇത് ഇങ്ങനെയായിട്ടുണ്ട്. ബട്ട് അതിന് മുമ്പ് ഞാൻ എല്ലാത്തിനും ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം, അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്താണ് എവിടെയാണെന്നൊക്കെ. ടോപ്പ് ബാക്ക്ഗ്രൗണ്ട് ഡോട്ട് മിഡിൽ ഫൈനലി നമുക്ക് എന്തുണ്ട്, ഡോട്ട് ബോട്ടം സോറി ഫൂട്ടർ എന്നായിരുന്നല്ലേ നമ്മൾ കൊടുത്തത്. ഫൂട്ടറിനെ ഇവിടെ, ഫൂട്ടർ ഇവിടെ പോയി, ഫൂട്ടർ നമ്മൾ കണ്ടതൊന്നും കൊടുത്തിട്ടല്ലേ, അതെ ഫൂട്ടർ അവിടെ വന്നു. സോ ഞാനിത് ഡിസ്പ്ലേ ഫ്ലക്സ് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താണ് ഇത് ഇങ്ങനെയാണുള്ളത്. ഓക്കെ, ഡിസ്പ്ലേ ഫ്ലക്സ് കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് ഇങ്ങനെയാണുള്ളത്. സോ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേ ഫ്ലക്സ് കൊടുത്തു. ആൻഡ് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഈ സൈഡ് ബാർ 1 സൈഡ് ബാർ 2 കണ്ടന്റ് ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ ഒരു സാധനം എന്ത് ചെയ്യണം, ഫുൾ വിഡ്ത്ത് ആക്കണം. അതിന് നമ്മൾ എന്താ ചെയ്യുക, ഫസ്റ്റ് നമ്മൾ ഫ്ലക്സ് ഡയറക്ഷൻ കോളം എന്ന് കൊടുക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കും, ഇതിപ്പോൾ എവിടെയാണെന്നുള്ളത് കാണാൻ വേണ്ടി മാത്രം. ഓക്കെ, ഇതൊരു കളർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ മിനിമം ഹൈറ്റ് എന്ത് വേണം, 100 ph വേണം. ഓക്കെ, സോ അത് കംപ്ലീറ്റ്ലി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് എന്താ വേണ്ടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മിഡിൽ സാധനം എന്ത് വേണം, കംപ്ലീറ്റ് ഗ്രോ ചെയ്യണം. വേണ്ടിയിട്ട് ഫ്ലക്സ് ഗ്രോ 1 കൊടുക്കുന്നു. ആക്ച്വലി ഇത് ഫ്ലക്സ് ബോക്സ് എന്നുള്ളത് തന്നെ ഒരു വർക്ക്ഷോപ്പ് എടുക്കാനുള്ള അത്ര കണ്ടന്റ് ഉണ്ട് അതിനകത്ത്. ഞാൻ കംപ്ലീറ്റ്ലി ജസ്റ്റ് എക്സാമ്പിൾസ് വെച്ച് മാത്രം പറയുകയാണ്. ഓക്കെ, സോ ഇപ്പൊ നമുക്കിത് എന്തായി കിട്ടി, മിഡിൽ സാധനം വലുതായി കിട്ടി. കുറച്ചുകൂടി ഇതിനു വേണ്ടി ഞാൻ ടെക്സ്റ്റ് കുറച്ച് പാഡിങ് കൂടി കൊടുക്കാം. ഫൂട്ടറിനും സെയിം സാധനം കൊടുക്കാം. എനിക്ക് ഡോട്ട് ടോപ്പിനും ഡോട്ട് ഫൂട്ടറിനും സെയിം സ്റ്റൈൽസ് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ടോപ്പ് ഇട്ട് ഒരു കോമിട്ട് ഡോട്ട് ഫൂട്ടർ ഇടും. ഓക്കെ, ആ രണ്ട് ക്ലാസ്സിന് സെയിം ആണ്. നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും, താഴെ ഫൂട്ടർ വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഫൂട്ടർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈഡ് ബാർ 1 ഈ ഇവിടെ മുഴുവൻ വരണം, കണ്ടന്റ് ഇവിടെ വരണം, ഇത് മറ്റേത് അവിടെ വരണം. സോ നമുക്ക് അതിന് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡോട്ട് മിഡിൽ ഉണ്ടല്ലോ, മിഡിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്പ്ലേ ഫ്ലക്സ് ആക്കി കൊടുക്കാം. ആ ഒരു സിറ്റുവേഷൻ എന്ത് ചെയ്തു, അതങ്ങനെ ആയി. ഇനി ഈ ഇതിന് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഓക്കെ, ഇപ്പൊ എന്താണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് അതാണ്. ആൻഡ് സൈഡ് ബാറിന് വേണ്ടിയിട്ട് റെഡ് ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇതിപ്പം ഏകദേശം നമുക്ക് എന്തായി കഴിഞ്ഞു, നമ്മൾ ഉദ്ദേശിച്ച സാധനത്തിലേക്ക് ഏകദേശം വന്നു കഴിഞ്ഞു. ബട്ട് നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ വേണ്ടിയിട്ട് ഫ്ലക്സ് ബേസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അതായത് നമ്മുടെ വിഡ്ത്ത് തന്നെയാണ്. അപ്പൊ അത് നമുക്ക് കുറച്ച് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ 60% ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് അതേപോലെ നെക്സ്റ്റ് ഒരു സാധനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ റാപ്പിംഗ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഉണ്ട്, അത് നമുക്ക് പറയാം. ബട്ട് ഇതിനിപ്പോ നമ്മൾ കൊടുത്ത ഡോട്ട് കോണ്ടന്റ്
റാപ്പ് എന്നുള്ള കോൺസെപ്റ്റ് ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇനി സൈഡ് ബാറിന്റെ വിടുത്തും കൂടി കൊടുത്തു കഴിഞ്ഞാൽ വിടുത്തിന് പകരം കൊടുക്കാൻ പറ്റുന്ന സാധനമാണ് ഫ്ലക്സ് സ്പേസസ് എന്നുള്ളത്. 20% കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ആക്ച്വലി ഇവിടെ മാക്സ് വിഡ്ത്ത് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, മിൻ വിഡ്ത്ത് 20% കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഈ ഒരു കണ്ടന്റ് അതിനനുസരിച്ച് സ്കെയിൽ ആയിക്കോളും. ഞാനിത് റീസൈസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അപ്പോൾ അതിൻ്റെ 20% എടുത്തിട്ട് സ്കെയിൽ ആയിക്കോളും. ഓക്കെ, നെക്സ്റ്റ് ഞാൻ സോ ആക്ച്വലി കുറച്ച് മുമ്പേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലേ ഔട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഭയങ്കര പണിയായിരുന്നു. ഭയങ്കര പണി എന്ന് പറഞ്ഞാൽ വളരെ ഓൾമോസ്റ്റ് പലപ്പോഴും അതിൻ്റെ ചില ഡീറ്റെയിൽസ് ഒന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ, പലതി ഹൈറ്റ് ഒന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കിത് ആക്ച്വലി ചെയ്യാൻ വേണ്ടി പറ്റില്ലായിരുന്നു. ഓക്കെ, ബട്ട് ഫ്ലക്സ് ബോക്സ് വന്നപ്പോൾ ഇത് ഭയങ്കര സിമ്പിൾ ആക്കി. ഫ്ലക്സ് ബോക്സ് അല്ല, ഏത് സാധനം നമ്മൾ ലേ ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിങ്ക് ഇൻ ടേംസ് ഓഫ് എന്താണ് ബോക്സസ്, എത്ര ബോക്സ് വേണ്ടി വരും, എവിടെ ആ ഒരു റോവും കോളവും നമ്മൾ കൃത്യമായിട്ട് ചിന്തിച്ച് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആക്ച്വലി ഇവിടെ ഒരു പ്രൊജക്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് വേണ്ടിക്കില്ല എന്ത് ചെയ്യാം, ഈ ഒരു വെബ്സൈറ്റ് നമുക്ക് കംപ്ലീറ്റ്ലി ഉണ്ടാക്കി. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. ഓക്കെ, ഇതൊരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പേഴ്സണൽ വെബ്സൈറ്റ് ആണെങ്കിൽ ഇത് നമുക്ക് ഭയങ്കര സിമ്പിൾ, ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും മിനിമലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇത് ആക്ച്വലി കംപ്ലീറ്റ് ഡിസൈൻ ഫയലാണ്. ഡിസൈൻ ഫയൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഡിസൈൻ ആക്കിയിട്ടാണ് നമ്മൾ ഡെവലപ്മെന്റിലേക്ക് ഇറങ്ങാറ്. അത് ഫസ്റ്റ് തന്നെ കോഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ഭയങ്കര സമയം നഷ്ടമായിരിക്കും. ഓക്കെ, ഇതിപ്പം എന്താണ് എനിക്ക് വേണ്ടിക്കില്ല ഇങ്ങനെ മാറ്റാവുന്ന സാധനമാണ്. ഇത് മൊത്തം ഇപ്പൊ ടെക്സ്റ്റ് വേണ്ടിക്കില്ല ഈ ടൂളിന്റെ പേര് ഫിഗ്മ എന്നാണ്. നിങ്ങൾ ടൈം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി. ജസ്റ്റ് ഇപ്പോൾ ഫോട്ടോഷോപ്പ് അല്ല, ജസ്റ്റ് ഭയങ്കര എന്താണ് ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു ലേ ഔട്ട് എടുക്കാം. ഫോർ എക്സാമ്പിൾ ഈ ഒരു ലേ ഔട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഓൾമോസ്റ്റ് ഇതൊരു മൊബൈൽ ഡിവൈസ് ആയെന്ന് വിചാരിക്കാം. മൊബൈൽ ഡിവൈസ് ആയി കഴിഞ്ഞാലുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപക്ഷെ ഈ ഒരു ലേ ഔട്ട് മൊബൈലിൽ കിട്ടുമ്പോൾ നമുക്ക് അത്ര ഒരു നല്ലതായിട്ട് തോന്നില്ല. സോ മേ ബി ഈ സൈഡ് ബാർ മുകളിൽ ഹെഡർ താഴെ അങ്ങനെയുള്ള ഒരു കംപ്ലീറ്റ്ലി സ്റ്റാക്ഡ് ആയിട്ടുള്ള ഒരു ലേ ഔട്ട് വേണമെന്ന് വിചാരിക്കാം. സോ അത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കുള്ള ഒരു ടൂളാണ് ആക്ച്വലി മീഡിയ ക്വയറീസ് എന്ന് പറഞ്ഞത്. മീഡിയ ക്വയറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുഴുവൻ ഞാൻ കമന്റ് ചെയ്യാം. ആൻഡ് ജസ്റ്റ് മീഡിയ ക്വയറീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ആണ് ഞാൻ നമ്മുടെ ബോഡിക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. ഓക്കെ, നമ്മുടെ ബോഡിക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കും. ഇനിയിപ്പം എൻ്റെ ഒരു യൂസർ ഇപ്പം മൊബൈൽ ഡിവൈസിലാണെങ്കിൽ എനിക്ക് എന്ത് വേണം, മൊബൈൽ ഡിവൈസ് ആണെങ്കിൽ സ്ക്രീൻ സൈസ് ചെറുതായിരിക്കുമല്ലോ, അതെനിക്ക് റെഡ് ആക്കണം. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റ് മീഡിയ സ്ക്രീൻ ആൻഡ് ഇവിടെ മാക്സ് വിഡ്ത്ത്, അതായത് എൻ്റെ ആ സ്ക്രീൻ സൈസിന്റെ മാക്സ് വിഡ്ത്ത് ഒരു 300 പിക്സൽ ആണെങ്കിൽ എനിക്ക് എന്ത് വേണം, എൻ്റെ ബോഡിയുടെ ബാക്ക്ഗ്രൗണ്ട്
ചേഞ്ച് ബാക്ക്ഗ്രൗണ്ട് ടു റെഡ്. ഓക്കെ, ഇതിപ്പോൾ ഗ്രീൻ ആണ്. ഇനി ഞാൻ സ്ക്രീൻ ചെറുതാക്കിയിട്ട് ഇവിടെ കുറച്ച് വലിയ ഇത് കൊടുക്കാം. ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്യണം, ഇതിങ്ങനെ ചെറുതാക്കാണ്. മേ ബി ഒരാള് ഏതിലാണ് മൊബൈൽ യൂസർ ആണെങ്കിൽ അയാളുടെ ചെറുതായിരിക്കും. ഈ സാധനത്തിൽ നമ്മൾ പറയുന്ന പേരാണ് ബ്രേക്ക് പോയിന്റ് എന്നുള്ളത്. ബൈ ഡിഫോൾട്ട് ആയിട്ട് കുറച്ച് ബ്രേക്ക് പോയിന്റ്സ് ഉണ്ട്. എന്താണ് സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ബ്രേക്ക് പോയിന്റ്സ് ഉണ്ട്. ഇതിപ്പോ ആ ഒരു സ്ക്രീൻ സൈസ് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ ബോഡി റെഡ് ആവും. ഇത് ബോഡിന്റെ ഇതിൽ മാത്രമേ ഇവിടെ കൊടുത്തത്. ബട്ട് നമുക്ക് എന്താണ് ഏത് പ്രോപ്പർട്ടി വേണമെങ്കിലും ഇങ്ങനെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോ ഓക്കെ, നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ബ്രേക്ക് പോയിന്റ്സ് ഉണ്ട്. ഡയമെൻഷൻസ് ലെസ് ദാൻ 576 പിക്സൽ ആണെങ്കിൽ അത് എന്താണ് ഏറ്റവും ചെറുത്, അത് ഓൾമോസ്റ്റ് മൊബൈൽ ഡിവൈസസ് ആണ്. പിന്നെ സ്മോൾ എന്ന് പറഞ്ഞ സ്മോൾ ഡിവൈസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 576 പിക്സൽ ബട്ട് ലെസ് ദാൻ 768 പിക്സൽ. ലാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സാധനത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഡിഫറെന്റ് മീഡിയ ക്വാളിറ്റീസ് കൊടുക്കാം. ഇപ്പം ഈ ഒരു ബ്രേക്ക് പോയിന്റ്സ് നമ്മൾ കോപ്പി ചെയ്യുകയാണെങ്കിൽ ബൂട്ട്സ്ട്രാപ്പ് എന്താണെന്നുള്ളത് ഞാൻ പറയാം. കമന്റ് ചെയ്തതാണ്. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് വരുന്നത് മാക്സിമം എടുത്ത് എത്രയാണ്, 576. ഓക്കെ, അപ്പൊ എനിക്ക് എന്താണ് ബാക്ക്ഗ്രൗണ്ട് റെഡ് ആയിരിക്കണം. നെക്സ്റ്റ് ഈ സെയിം സാധനം തന്നെ മാക്സിമം എടുത്ത് ബട്ട് മിനിമം എടുത്ത് 576. മാക്സ് എടുത്ത് എത്രയാണ്, 768 പിക്സൽസ്. അതിന്റെ സിന്റാക്സ് ഞാൻ നോക്കട്ടെ. സിന്റാക്സ് ഞാൻ ജസ്റ്റ് ഒന്ന് മറന്നു പോയതാണ്. ആക്ച്വലി നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ഏകദേശം ഇതേപോലെ തന്നെയാണ്. നമ്മളിപ്പോൾ പലപ്പോഴും മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതാണ്, ഇതാണ്. മാക്സ് എടുത്ത് 768 ആകുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യാം, ഇത് ബ്ലൂ ആക്കാം. ഓക്കെ, ഇപ്പം ഈ ഒരു ഇത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് റീസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്പെക്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു സാധനമുണ്ട്, ടൂബിൾ ഡിവൈസ് ടൂൾ ബാർ എന്നാണ്. അതെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ റീസൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ നിങ്ങൾ കളർ മാറുന്നുണ്ടല്ലോ. സോ ഏറ്റവും ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ റൂൾ എന്താണ്, മാക്സിമം വിഡ്ത്ത്, ആ ഡിവൈസിന്റെ മാക്സിമം വിഡ്ത്ത് 576 ആയിരിക്കും. സോ ഇതാണ് അതിന്റെ വിഡ്ത്ത്. അപ്പം ഇപ്പൊ ഒക്കെ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ വിഡ്ത്ത് ഇവിടെ കാണാൻ പറ്റും 171 ആണ്. ഓക്കെ, 21 ഇവിടെ നോക്കിയാൽ മതി കേട്ടോ. അപ്പം 243 ഇതിങ്ങനെ കൂടി 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 ഈ ഒരു സിറ്റുവേഷൻ എത്തുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ബ്രേക്ക് പോയിന്റ് കഴിഞ്ഞു. എത്രയായിരുന്നു, 576 കഴിയുന്ന സമയത്ത് 575 വരെ റെഡ് ആണ്, 576 എത്തുന്ന സമയത്ത് അത് ബ്ലൂ ആയി. ഓക്കെ, നെക്സ്റ്റ് ഇങ്ങനെ കയറിയിട്ട് ഇപ്പോൾ എന്തായി, നമ്മുടെ 576 മുതൽ 768 വരെ
ബ്ലൂ ആണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൊടുത്ത ബാക്കിയുള്ള നോർമലി ഉള്ള ബാക്ക്ഗ്രൗണ്ട്. സോ ഇതേപോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെസ്പോൺസീവ് ഡിസൈൻ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ മൊബൈലിന് വേണ്ടിയിട്ട് ഒരു ഡിസൈൻ, ഒരു CSS, വേറെ എന്താണ് ടാബ്ലറ്റ്സിന് വേണ്ടിയിട്ട് വേറൊരു CSS, അങ്ങനെയാണ് ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നേരത്തെ നമ്മൾ എക്സാമ്പിൾ എടുക്കാം. നേരത്തെ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നേരത്തെ ഈ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പോൾ റിഫ്രഷ് ചെയ്തു. ഓക്കെ, ഈ ഒരു സിറ്റുവേഷൻ എത്തുന്ന സമയത്ത്, ഈ ഒരു ഡിവൈസ് സിറ്റുവേഷൻ എത്തുന്ന സമയത്ത് എനിക്ക് എന്താണ് ഇഷ്യൂസ് ഉണ്ട്, സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. കാരണം എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ സൈഡ് ബാർ മുകളിലേക്ക് പോകണമെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, മാക്സ് വിഡ്ത്ത് 76 ആണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ടോപ്പ് മിഡിൽ ഡിസ്പ്ലേ ഡയറക്റ്റ് ബ്ലോക്ക് ആക്കി top റാപ്പ് ആവുന്നുണ്ട്. ബട്ട് ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഡബ് ടൂൾസ് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇത് നമ്മളിവിടെ ഫ്ലെക്സ് റാപ്പ് കൊടുക്കുന്നത് കൊണ്ടാണ് അത് കംപ്ലീറ്റ്ലി ഇതായി വരുന്നത്. ഓക്കെ, നേരത്തെയുള്ള സ്റ്റൈൽസും കൂടി നമ്മൾ നോക്കട്ടെ. പ്ലീസ് നമ്മുടെ ഡയറക്ഷൻ എന്തായിരുന്നു, പ്രോ തന്നെയായിരുന്നു. ഓക്കെ, ഈ ഒരു സിറ്റുവേഷൻ നോക്കാം. ഇതിപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഇതായിരുന്നു നോർമലായിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മുടെ മൊബൈൽ ഡിവൈസിലേക്ക് എത്തുന്ന സമയം നമ്മൾ എന്ത് ചെയ്തു, ഇതിന്റെ ഡയറക്ഷൻ കോളമാക്കി. ഇതിപ്പം റോ ആണുള്ളത്, റോ ആയിട്ടാണ് ഫസ്റ്റ് സൈഡ് ബാർ ഇവിടെ, ഇതിവിടെ, ഇതിവിടെ. അപ്പൊ നമ്മൾ ഇവിടെ എത്തുമ്പോൾ കോൾ ആകുമ്പോൾ എന്ത് ചെയ്തു, അത് കോളാകുമ്പോൾ അത് കോളമായി. ബട്ട് ഇവിടെ നമുക്ക് ഈ എന്താണ് കണ്ടന്റിനെ കംപ്ലീറ്റ്ലി ലെങ്ത് വേണം, കൂടുതൽ ലെങ്ത് വേണം. ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇവിടെ ഫ്ലക്സ് ബ്രോ എന്നുള്ള സാധനം യൂസ് ചെയ്തിട്ട് അത് വലുതായത്. ഓക്കെ, നെക്സ്റ്റ് ഇപ്പം മേ ബി എനിക്ക് സൈഡ് ബാർ 1 ഇവിടെ വേണം, ബട്ട് സൈഡ് ബാർ 2 താഴെ അല്ല വേണ്ടത്, ഇവിടെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഓർഡർ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. സൈഡ് ബാർ 1 ഓർഡർ 1 ബട്ട് കണ്ടന്റ് ഓർഡർ 2 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സൈഡ് ബാർ 1 ഇവിടെ പോയി സൈഡ് ബാർ 2 തൊട്ട് താഴെ വന്ന് നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മളെ കണ്ടന്റ് ഇവിടെ ഗ്രോ ആയി. ബട്ട് ഇവിടെ നമ്മൾ ഓർഡർ സ്വാപ്പ് ചെയ്തതാണ്. ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടന്റിൻ്റെ രണ്ടും സൈഡ് ബാർ 2 1 ആക്കി. അപ്പോൾ ഫസ്റ്റ് 1 ഇവിടെ വരും. എനിക്കിപ്പോൾ ഞാൻ വേണ്ടിയിൽ ഡോട്ട് സൈഡ് ബാർ 1 എന്താണ് ഓർഡർ 3 ആക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക, അടിയിലേക്ക് പോകും. സോ ഇത്തരത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ
ഇത് ഞാൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് ഇങ്ങനെ വരും. സോ ഈ ഒരു സിറ്റുവേഷനിൽ ഇതാണ് നമ്മുടെ ഡെസ്ക്ടോപ്പിലൊക്കെ വരുന്നത്. ജസ്റ്റ് ഈ ഒരു സിറ്റുവേഷൻ എത്തുമ്പോൾ എന്ത് ചെയ്യും, അത് റാപ്പ് ആവും. ഇതാണ് ആക്ച്വലി മീഡിയ ക്വയറീസ് എന്ന് പറയുന്നത്. ഓക്കെ, ടൈം എത്ര? 9:20. ഓക്കെ, സോ നെക്സ്റ്റ് എനിക്ക് തോന്നുന്നത് ഇത് കംപ്ലീറ്റ്ലി ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതാണ്, ബട്ട് എനിക്ക് സമയം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഇത് ഞാൻ അടുക്കൽ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അയക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഗിറ്റ് ഹബ് ഉണ്ടല്ലോ. ഇപ്പം നിങ്ങൾക്കൊരു വെബ്സൈറ്റ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കും. പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിറ്റ് ഹബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിറ്റ് ഹബ് പേജസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഗിറ്റ് ഹബ് പേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഗിറ്റ് ഹബ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നെറ്റ്ലിഫൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ ഇഷ്ടം പോലെ തന്നെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇതിപ്പോ അതിൻ്റെ ഇതല്ല. ഓക്കെ, നമുക്കൊരു സിമ്പിൾ ആയിട്ട് ഒരു വെബ്സൈറ്റ് എങ്ങനെ പോസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ ഫസ്റ്റ് തന്നെ നിങ്ങൾ github.com പോവുക ആൻഡ് ഒരു അക്കൗണ്ടിന് വേണ്ടിയിട്ട് സൈൻ അപ്പ് ചെയ്യാം. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു പഴയ അക്കൗണ്ട് വെച്ചിട്ട് ഞാൻ സൈൻ ഇൻ ചെയ്യാം. സോ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, അക്കൗണ്ട് എടുക്കുക. ഇമെയിലൊക്കെ വരും, അതൊക്കെ ഫിൽ ചെയ്തെടുക്കാം. ഇതിന്റെ പാസ്വേഡ് എന്തായിരുന്നു മറന്നുപോയി. നമുക്ക് പുതിയൊരു അക്കൗണ്ട് എടുക്കാൻ തൽക്കാലം. Spiral Galaxy. Pick one Spiral Galaxy. Student കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഇമെയിൽ വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. Yes, go. ഓക്കെ, സോ ഇനി നിങ്ങളൊരു അക്കൗണ്ട് എടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് റെപ്പോസിറ്ററി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും. അവിടെ നിങ്ങൾ റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾ ഗിറ്റ് ഹബ് പേജസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ക്രിയേറ്റ് റെപ്പോസിറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങളൊരു റെപ്പോസിറ്ററി ഈ ഒരു പേഴ്സണൽ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ലിങ്ക് എന്തായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സിറ്റുവേഷൻ ലിങ്ക് എന്തായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിന്റെ ആകാശ് നിങ്ങളുടെ യൂസർ നെയിം .github.io എന്നായിരിക്കും നിങ്ങളുടെ വെബ്സൈറ്റിന്റെ URL. ഓക്കെ, ഇപ്പൊ അത് നമ്മൾ ചെയ്തിട്ടില്ല. ഓക്കെ, സോ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ ആ ഒരു എന്താണ് .github.io. സോ ആ ഒരു നിങ്ങളുടെ യൂസർ നെയിം ഫോളോഡ് ബൈ github.io തന്നെ ഇവിടെ കൊടുക്കണം. എന്തായിട്ട്? റെപ്പോസിറ്ററി നെയിം ആയിട്ട്. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ മൈ പേഴ്സണൽ വെബ്സൈറ്റ്. ഓക്കെ, പ്രൈവറ്റ് ആണോ പബ്ലിക് ആണോ? പബ്ലിക് ആക്കുന്നതാണ് നല്ലത്. പ്രൈവറ്റ് ആണെങ്കിൽ നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. പക്ഷെ ഈ ഒരു എന്താണ് വെബ്സൈറ്റ് ഹോസ്റ്റിംഗ് പ്രൈവറ്റിൽ നടക്കുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, സോ നിങ്ങൾ ക്രിയേറ്റ് റെപ്പോസിറ്ററി കൊടുക്കുക. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ വേണ്ടി പറ്റും.
ഓക്കെ, ഇനി ഈ ഒരു സാധനം നിങ്ങൾ നിങ്ങളുടെ ലോക്കലായിട്ട് എന്ത് ചെയ്യണം, ക്ലോൺ ചെയ്യണം. ഓക്കെ, നിങ്ങൾ ഒരു ഫോൾഡറിലേക്ക് പോവുക. എന്നിട്ട് മേ ബി ഈ ഒരു ഫയലാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. ഓക്കെ, ആ ഒരു ഫയലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. നിങ്ങൾ അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാകാൻ ചാൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സൈൻഡ് ഇൻ ആയിരിക്കും എൻ്റെ വേറെ അക്കൗണ്ട്സ്. എനിവേ, ഫസ്റ്റ് നമ്മൾ ഗിറ്റ് ഇനിറ്റ് എന്നുള്ളൊരു കമാൻഡ് ഉണ്ട്, അത് അടിക്കുക. ഇവിടെ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. തൽക്കാലം ഗിറ്റ് ആഡ് ഓൾ ഈ ഒരു കമാൻഡ്സ് നിങ്ങൾ അടിക്കുക. അതായത് ഫസ്റ്റ് തന്നെ ഗിറ്റ് ഇനിറ്റ് അടിക്കുക. ആൻഡ് ഇത് വേണ്ട, നിങ്ങളെ ഫയൽസ് അവിടെ ഉണ്ടെങ്കിൽ എന്താ വേണ്ടതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഗിറ്റ് ആഡ് ഓൾ കൊടുക്കുക. അപ്പം നിങ്ങളുടെ ഈ ഇൻഡെക്സ് ഡോട്ട് HTML ഗിറ്റിനെ കുറിച്ച് കുറച്ച് പറയാനുണ്ട്. ഇപ്പം നിങ്ങൾ ജസ്റ്റ് സെയിം സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, ആൻഡ് ഈ ഒരു സാധനം അതേപോലെ കോപ്പി ചെയ്യാം. ഫസ്റ്റ് അതിനു മുമ്പ് നിങ്ങൾ ഗിറ്റ് ആക്ച്വലി ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഗിറ്റ് പുഷ് യൂസർ നെയിം. അപ്പോൾ ഇത് നിങ്ങൾ ഓൾറെഡി ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കിട്ടുള്ളൂ. എന്തായിരുന്നു നമ്മുടെ യൂസർ നെയിം എന്തായിരുന്നു? ഓക്കെ, പാസ്വേഡ് ഞാനിപ്പോൾ എന്തായാലും succeed. Yeah, I hope അതുപോലെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഇൻഡെക്സ് ഡോട്ട് HTML സ്റ്റൈൽ ഡോട്ട് CSS ഇവിടെ വന്ന്, പക്ഷേ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. നിങ്ങളെ കുറച്ച് പണിയുണ്ട്. ഞാൻ കംപ്ലീറ്റ്ലി ഒരു പ്രോസസ്സ് ചെയ്യാൻ ഒരു വീഡിയോ ആക്കിയിട്ടിടാം. ഇതിപ്പോൾ നമുക്കിപ്പോൾ എന്തായാലും സമയത്ത് 7 ആയില്ലേ. ഇപ്പൊ ഈ ഒരു ലിങ്കിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്കിവിടെ നിങ്ങളുടെ സാധനം വന്നു. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ ലിങ്ക് കൊടുക്കാം. നിങ്ങളുടെ യൂസർ നെയിം .github.io എന്നുള്ള ലിങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും കൊടുക്കാൻ വേണ്ടി പറ്റും. സോ അപ്പോൾ ഈ ഒരു സാധനം ഇവിടെ വരും. ആൻഡ് ഇത് ഞാൻ ഇപ്പം ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കൃത്യമായിട്ട് എന്താണ് സ്റ്റെപ്സ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു വീഡിയോ റെഡിയാക്കിയിട്ട് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതൊക്കെ ഞാൻ വീഡിയോസ് ആക്കിയിട്ട് തരാം. ഓക്കെ, സോ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു ചേഞ്ച് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു ഹെഡർ മാറ്റാണെന്ന് വിചാരിച്ചു. ന്യൂ ഹെഡർ ആണെങ്കിൽ ഇപ്പം നിങ്ങൾ ഇത് ഗിറ്റിനെ കുറിച്ച് കുറച്ച് പറയാനുണ്ട്. ഇപ്പം ഇത് പറയുകയാണെങ്കിൽ നെക്സ്റ്റ് നിങ്ങൾ ചേഞ്ച് വരുത്തുക. ടൈപ്പ് ഗിറ്റ് ആഡ് ഡോട്ട് ആൻഡ് ഗിറ്റ് കമ്മിറ്റ്. നിങ്ങൾ വരുത്തിയ ചേഞ്ചിന് ഒരു -m എന്നുള്ളത് ഒരു മെസ്സേജ് ആണ്, കമ്മിറ്റ് മെസ്സേജ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ആ ചെയ്ത മാറ്റത്തിന് ഒരു മെസ്സേജ് കൊടുക്കുക. എന്താണ് ചേഞ്ച് ഹെഡർ. ഓക്കെ, ഫൈനലി ഗിറ്റ് പുഷ് ഒറിജിൻ മാസ്റ്റർ. ഒറിജിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആക്ച്വലി ഗിറ്റ്ഹബിന്റെ ആ ഒരു ഇതാണ് നമ്മൾ ഒറിജിൻ എന്ന് പറയുന്നത്. മാസ്റ്റർ എന്നുള്ളത് ആക്ച്വലി ബ്രാഞ്ച് ആണ്. അത് ഗിറ്റ്ഹബിനെ കുറിച്ചിട്ട് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ബട്ട് നിങ്ങൾ കമന്റ് അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ സാധനം ഞാനത് പിന്നീട്
തന്നെയായിരുന്നു എൻ്റെ യൂസർ നെയിം. സോ അത് ചേഞ്ച് ഞാൻ ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ യൂസർ നെയിം .github.io റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് ടൈം എടുക്കും. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ചേഞ്ച് ഹെഡർ എന്നാണ് ഏറ്റവും പുതിയ ഇത്. അത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇവിടെ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്ച്വലി അപ്ഡേറ്റ് ആവേണ്ടതാണ്. കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് തന്നാൽ മതി. ആക്ച്വലി നമ്മുടെ കോഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ന്യൂ ഹെഡർ എന്നുള്ള സാധനം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് അപ്ഡേറ്റ് ആകുമ്പോൾ കുറച്ച് ഡിലേ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ ഈ ഒരു എന്താണ് GitHub പേജസ് എന്നുള്ള ഒരു സാധനം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് സ്റ്റെപ്സ് മനസ്സിലാവും. ആൻഡ് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇപ്പോൾ ലൈവ് ആയതുകൊണ്ട് നമുക്കിപ്പോൾ എന്താണ് ഞാനിപ്പം കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ബട്ട് നമുക്ക് റെഡിയാക്കാം. സോ ഇതോടുകൂടി ജാവാസ്ക്രിപ്റ്റ് പറയാൻ പറ്റിയിട്ടില്ല. ആക്ച്വലി നമ്മളൊരു പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് മല്ലൂർ പ്രോഗ്രാമർ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതായത് ഏത് ടെക് ടോപ്പിക്സും ഇപ്പോൾ എന്താണ് നിങ്ങൾക്കൊരു ജോബിനായി കഴിഞ്ഞാലും അങ്ങനെയുള്ള ഇൻഡസ്ട്രി റെഡി ആയിട്ടുള്ള എല്ലാ ടെക് ടോപ്പിക്സും കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന എക്സ്പേർട്സ് പഠിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം നമ്മളിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് നമ്മൾ ഈ സാധനങ്ങളെല്ലാം എന്താണ് കൃത്യമായിട്ട് കുറച്ചുകൂടി ഒരു ബെറ്റർ കണ്ടന്റ് ലൈവ് അല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ബെറ്റർ കണ്ടന്റ് ആയിട്ട് നമ്മൾ എന്തായാലും ഡെലിവറി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് IIT മദ്രാസിൽ ഉള്ളത്. അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ CS ആയിരുന്നു. നോൺ CS ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ ഇന്റർവ്യൂസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. മീൻസ് ഡിസംബർ മുഴുവൻ അവർക്ക് ഡിസംബർ 1 മുതൽ 8 വരെ ഇന്റർവ്യൂസ് ആയിരുന്നു. അപ്പം നമ്മൾ എന്താണ് കുറച്ച് കുട്ടികളെ എന്ത് ചെയ്തു കൃത്യമായിട്ട് ഇത് ഇന്റർവ്യൂ പ്രപ്പൊക്കെ കൃത്യമായി കൊടുത്ത് അവരെ കൃത്യമായി പഠിപ്പിച്ചിട്ട് അവരെല്ലാവരും പ്ലേസ്ഡ് ആയിട്ടുള്ള ഒരു അടിപൊളി അവർ നോൺ CS ആയിരുന്നു. പക്ഷെങ്കിൽ അവിടെ വരുന്ന ഏത് ബ്രാഞ്ച് എടുത്തു കഴിഞ്ഞാൽ അതിപ്പം ഏത് കോളേജ് ആണെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരുന്ന പ്ലേസ്മെന്റ്സ് എന്ന് പറയുന്നത് IT കമ്പനീസ് ആയിരിക്കും. സോ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ആക്ച്വലി ഉണ്ടാക്കുന്നുണ്ട്. അതിനകത്ത് എന്താണ് HTML CSS JavaScript ഇൻട്രൊഡക്ഷൻ ടു വെബ് ഡെവലപ്മെന്റ് ഉണ്ട്, പിന്നെ എന്താണ് റിയാക്ട് ഉണ്ട്, വ്യൂ ഉണ്ട്, എന്താണ് ബാക്ക് എൻഡ് സിസ്റ്റംസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ആക്സസ് തരാം. എനിവേ സോ 3 ദിവസം എന്നെ സഹിച്ചതിന് എല്ലാവർക്കും നന്ദി. നമ്മൾ കുറേ ടോപ്പിക്സ് ഇപ്പം എന്താണ് വളരെ സ്പീഡിലാണ് പറഞ്ഞു പോയിട്ടുള്ളത്. പല ടോപ്പിക്സ് മിസ്സായിട്ടുണ്ട്. ഇനി ടൈമിന്റെ ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് സോ ദാറ്റ്സ് ഇറ്റ്.